പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കാനും അവിടുത്തെ ആരാധിക്കാനും വേണ്ടി ഈ രാത്രി നമ്മൾ ഈശോയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ രാത്രി ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയായി തീരാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുക. രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. കേട്ടിട്ടുണ്ടോ? രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ലൂക്കാ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ ഒരു കഥ, ഒരു ഉപമയൊക്കെ പറഞ്ഞിട്ട് പറയുക. ഒരു ന്യായാധിപൻ്റെ വിധവയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് നിരന്തരം വന്ന് ഈ വിധവ ഈ ന്യായാധിപൻ്റെ അടുത്ത് നീതി തേടി ആഗ്രഹിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അയാൾ ശല്യം സഹിക്കാൻ വയ്യാതെ ആ ചേച്ചിയുടെ ആ ആളുടെ പ്രാർത്ഥനയ്ക്ക്, ഇല്ലെങ്കിൽ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കുകയാണ്. ആ ഉപമ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഈശോ പറയുക, ഇതൊക്കെ സംഭവിച്ചെങ്കിൽ രാവും പകലും തന്നെ നോക്കി നിലവിളിക്കുന്ന തൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കില്ലേ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷത്തിൽ 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് നീതി നടത്തി കൊടുക്കും. പലതരത്തിൽ പറയാം ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നീതി നടത്തി കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മൾ ഒരു രാത്രി പ്രാർത്ഥിക്കുന്നു, ഇല്ലെങ്കിൽ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നു, കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. കർത്താവെ, എനിക്ക് നീതി നടത്തി കിട്ടണം. ഒരു നീതി എന്തായിരിക്കും? ഈ കടം ഒരു അനീതിയായിരിക്കാം, ഈ രോഗം ഒരു അനീതിയായിരിക്കാം, ഈ ജോലിയില്ലാത്ത അവസ്ഥ ഒരു അനീതിയായിരിക്കാം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അനീതിയായിരിക്കാം, പാപത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോയതൊരു അനീതിയായിരിക്കാം. ഇതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ മോചിപ്പിച്ച് എനിക്ക് നീതി നടത്തി തരും. ചേർന്ന് പറയാം ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഒരു സന്തോഷമില്ല മുഖത്ത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് നീതി നടത്തി കൊടുക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാവും പകലും വിളിച്ചപേക്ഷിക്കുക. നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ജാഗരണ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോഴത്തേനും അത് മറക്കരുത്. നമ്മൾ പകല് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, രാത്രിയും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രാവും പകലും നിലവിളിക്കുന്നവർക്ക് മാത്രമല്ല, വചനത്തിൽ ഈശോ കൃത്യമായിട്ട് പറയാണ്, രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കും. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? രാവിലും പകലിലും ഒക്കെ കിടന്ന് നമ്മൾ നിലവിളിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? ഉത്തരം പറയുന്നല്ലോ. ആണോ? നമ്മൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് കർത്താവ് അനുഗ്രഹം തരിക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട് ഒരു അനുഗ്രഹം കിട്ടിയ ഒരു അച്ഛനായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് പറയില്ല, എനിക്ക് ഭയങ്കര വിഷമം വരും. ഇഷ്ടംപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. രാവും പകലും നിലവിളിച്ചുകൊണ്ടല്ല, അതിനേക്കാളും മുകളിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു. ഞാനൊരു പുരോഹിതനായതുകൊണ്ട് മാത്രമല്ല, ഈശോയുടെ കുഞ്ഞായതുകൊണ്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവൾ ചില സങ്കടമൊക്കെ വന്ന്, വിഷമം വന്ന്, രാവും പകലും ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ വന്നാലും, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെങ്കിൽ കർത്താവ് നിനക്ക് നീതി നടത്തി തരും. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിന് കർത്താവ് നീതി നടത്തി തരും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഒറ്റ കാരണം, നമ്മൾ രാവും പകലും നിലവിളിച്ചതിൻ്റെ കണക്കൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നീ എൻ്റേതാണെന്ന് പറയുന്ന കർത്താവിൻ്റെ സ്നേഹം, ആ തിരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ നിങ്ങൾ ഈശോയിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് കൃത്യമായി നിങ്ങൾക്ക് നീതി നടത്തി തരും. അവർക്ക് പറയാം ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സങ്കീർത്തനം 31 എടുക്കാവോ? 31-ാമത്തെ സങ്കീർത്തനം. കർത്താവിൻ്റെ മുമ്പിൽ ഈ വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വലിയൊരു ബോധ്യമാണ്. 31-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യം, Psalm 31:19. 31-ാം സങ്കീർത്തനത്തിൽ 19-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ഈ വചനം നിങ്ങളുടെ മനസ്സിലുണ്ടാണ് കേട്ടോ. നിങ്ങളുടെ നോട്ട് ബുക്കൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കുക. സങ്കീർത്തനം 31:19. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. ഈ വിപുലം എന്നുള്ള വാക്കൊന്നും നമ്മൾ സാധാരണ രീതി ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ ഞെട്ടി കണ്ണൊക്കെ തുറന്നിരിക്കുന്നല്ലേ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ സൂപ്പറാണ്. ഒത്തിരി ഉണ്ട്, ഒത്തിരി അധികം അനുഗ്രഹങ്ങളുണ്ട്. അത് കർത്താവ് കൊടുക്കും. ആർക്ക്? തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കും. 31-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അത് ഒരുക്കി വെച്ചിരിക്കുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ ഭക്തർക്ക് വേണ്ടി, രാവും പകലും തന്നെ നോക്കി നിലവിളിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഈ നീതി, ഈ അനുഗ്രഹം എടുത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലൊരു നിയോഗം, ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആയിരിക്കാം.
പല സ്ഥലങ്ങളിലിരുന്ന് നിങ്ങളിത് കൂടുമായിരിക്കാം, പല രാജ്യങ്ങളിലെ പല ടൈം സോണുകളിലൊക്കെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ പങ്കെടുക്കാതിരിക്കാം. ഇതാ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടീഷൻ ഒന്ന്, അവന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവൻ്റെ പിന്നാലെ നടക്കുന്നവർ, അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അവൻ്റെ ഭക്തർക്ക് വേണ്ടി അവനെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. ചേർന്ന് പറയാം ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം ശ്രദ്ധിച്ചേ, അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അത് പരസ്യമായി നൽകുന്നു. ചുമ്മാ ഒളിപ്പിച്ച് പിടിച്ചല്ല സമ്മാനം കൊടുക്കുന്നത്. നിങ്ങൾ ഒരു ആരാധനയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ, ജാഗരണ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നിയോഗങ്ങളൊക്കെ എങ്ങനെ എഴുതി വെക്കാറ്? ഒരു കടലാസിൽ എഴുതി 4 മടക്കി ഈശോ ഇച്ചിരി കഷ്ടപ്പെട്ട് തുറക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരും കാണാതെ കൊണ്ട് ഒരു പാത്രത്തിലൊക്കെ ഇടുമായിരിക്കും. ഇല്ലെങ്കിൽ ഈശോയോട് വളരെ രഹസ്യമായിട്ട് ചില നിയോഗങ്ങൾ പറയായിരിക്കും. ഒച്ചത്തിലൊന്നും പ്രാർത്ഥിക്കാനൊക്കെ മടിയൊക്കെ ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒച്ചത്തിൽ നിലവിളിച്ച് കരയാനൊക്കെ ഒരു മടി കാണും. അങ്ങനെ നിങ്ങളാരും കരയുന്നില്ലോ അല്ലേ? ഞാനും ഒച്ചത്തിൽ കരയാറില്ല. കഴിഞ്ഞ ആഴ്ച ഒരു 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 സങ്കടം വന്ന സമയത്ത്, അച്ഛന്മാർക്ക് സങ്കടം വരുമെന്ന് ചോദിച്ചാൽ അച്ഛന്മാരുടേതായ സങ്കടങ്ങൾ. അവർ സങ്കടം വന്നപ്പോഴത്തേ ഞാൻ എന്താ ചെയ്തു, ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലെ ഗ്രോട്ടോ ചാപ്പൽ അടച്ചു. പുറത്തുനിന്നല്ല, അകത്ത് കയറി അടച്ചു. ആരും കയറണ്ടാന്ന് തീരുമാനിച്ചു. ആരും അങ്ങനെ എപ്പോഴും അവിടെ ആ സമയത്ത് വരാറില്ല ഞാനിരിക്കുന്ന സമയങ്ങളിൽ, കാരണം അത് രാത്രി കാലങ്ങളായിരിക്കും. ഞാൻ അടച്ച് ആരും കയറണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി, ഒച്ചത്തിൽ വഴക്കുണ്ടാക്കി. ആര് മാത്രമേ ഉള്ളൂ കേൾക്കാൻ? ഈശോയോട് എങ്ങനെ വഴക്കുണ്ടാക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് ട്രെയിനിങ് തരാം. ഇപ്പം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാം. അത് ഭയങ്കര രസമാണ്. പറഞ്ഞിട്ട് ഈശോ കേൾക്കുന്നില്ല, ഇനി എന്നാ ചെയ്യണ്ടേ? വഴക്കുണ്ടാക്കുകയല്ലാണ്ട്. ഒരു രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് ഉത്തരം തന്നു. എങ്ങനെയെങ്കിലും പോകുമെന്ന് പറഞ്ഞു എന്നോട്. മടുത്ത് ഈശോയ്ക്ക് ഉറങ്ങണ്ടേ, നിലവിളിക്കുകയല്ല. ചിലപ്പോൾ വളരെ രഹസ്യമായിട്ട് നോക്ക്, കർത്താവ് മാത്രം കേട്ടാൽ മതി. കാരണം വേറെ ആരും കേൾക്കണ്ട. കേൾക്കുന്നവർക്കൊന്നും ചിലപ്പോൾ നമ്മുടെ സങ്കടം മനസ്സിലാവില്ല, നമ്മൾ കടന്നു പോകുന്ന ക്രൈസിസുകൾ മനസ്സിലാവില്ല, നമ്മൾ കടന്നു പോകുന്ന തീപ്പൊള്ളുന്ന അനുഭവങ്ങൾ മനസ്സിലാവില്ല. ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട് പറഞ്ഞിട്ട് പോലും അവർക്ക് ചിലപ്പോൾ ആ സങ്കടം മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കുന്ന ഒരാളുണ്ട്, ആര്? ഈശോ. പക്ഷെ ചില സമയത്ത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പം എന്നാ ചെയ്യണം? പതുക്കെ ചാപ്പലിൽ കയറിയിട്ട് അച്ഛൻ ചെയ്ത പോലെ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് വഴക്കുണ്ടാക്കും. എങ്ങനെയെങ്കിലും കർത്താവ് മടുത്തിട്ട് ഉത്തരം തരും. ഉത്തരം കിട്ടിയിട്ടേ അവിടുന്ന് പോവുള്ളൂ. രഹസ്യമായിട്ട് അവിടെ വാതിലടച്ചിരുന്ന് പ്രാർത്ഥിച്ചോ, തന്നിൽ അഭയം തേടുന്നവർക്ക് അവൻ അനുഗ്രഹം പരസ്യമായിട്ട് നൽകും. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ. പോയി വഴക്കുണ്ടാക്കാനല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ ഒരു രഹസ്യം, നിങ്ങളുടെ ഒരു വേദന ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ചു, ചിലപ്പോൾ ഒരുപാട് ജാഗരണ രാത്രികൾ ഇരുന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു നിയോഗത്തിന് വേണ്ടി. മടുത്ത് കർത്താവ് ഇനി ഞാനിത് ആരോട് പറയും? അങ്ങനെ ആരും അറിയാണ്ടിരിക്കാൻ ചിലപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിലോ ഒരു പ്രാർത്ഥനാ ഹാളിലോ ഒക്കെ ഒരു വിശ്വാസി എന്നൊക്കെ പേരെഴുതി വെച്ച് നിങ്ങളുടെ നിയോഗം രഹസ്യമായിട്ട് കൊടുത്തായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈശോയിൽ അഭയം പ്രാപിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഒറ്റ രാത്രി കുത്തിയിരുന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഉത്തരം കിട്ടിയ ഒരു അച്ഛൻ നിങ്ങളോട് പറയട്ടെ, അവൻ പരസ്യമായി നിങ്ങളെ അനുഗ്രഹിക്കും. വളരെ പറ ഹല്ലേലൂയ. അത് ഈശോയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ഉറപ്പാണ്. ഞാൻ രഹസ്യമായി എൻ്റെ ഒരു പ്രാർത്ഥന ഈശോയ്ക്ക് കൊടുത്തു, പരസ്യമായി എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കും. ചിലപ്പോൾ കണ്ണ് നിറഞ്ഞ് ചങ്ക് പൊടിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യരെ അങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ ചാപ്പലിലൊക്കെ വന്നിരുന്ന്, പള്ളിയിലൊക്കെ വന്നിരുന്ന്, ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്ന് ഒക്കെ ആളുകൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന് മാറി നിന്ന്, ഹോസ്റ്റലിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു പ്രാർത്ഥനാ മുറിയിൽ, ഒരു ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. രഹസ്യമായിട്ട് ആരും കാണാതിരിക്കാൻ, ആരെങ്കിലും കണ്ടിട്ട് കരച്ചിലൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിൽ അഭയം പ്രാപിക്കുന്നവനെ അവിടുന്ന് പരസ്യമായി അനുഗ്രഹിക്കുന്നു. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം ശ്രദ്ധിച്ചേ, 31-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 20-ാമത്തെ വാക്യം, അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ളൊരു ക്രൈസിസ്, എന്ത് തരത്തിലുള്ള വേദനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈശോയുടെ അടുത്തേക്ക് പോയി നിങ്ങളൊന്ന് പോയി ഇരുന്നാൽ, ഈശോയിൽ അഭയം പ്രാപിച്ചാൽ, ഈശോയുടെ അടുത്ത് പോയി ചോദിച്ചാൽ, ഒരു ദുഷ്ടനും നിങ്ങളെ തൊടാതെ, ഒരു അപകടവും നിങ്ങളെ സ്പർശിക്കാതെ അവിടെ നിങ്ങളെ സ്നേഹത്തോടെ ഇങ്ങനെ വലയം ചെയ്യും. സങ്കീർത്തകൻ ഉറപ്പ് തരികയാണ്. വചനം ശ്രദ്ധിച്ചേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവരെ ഒളിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ പലരും പല സങ്കടങ്ങളും വന്നിട്ട്, വലിയ വേദനകളൊക്കെ വന്നിട്ട്, ഒത്തിരി രോഗങ്ങൾ വന്ന്, പരാജയങ്ങൾ വന്ന്, എന്നിട്ട് നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചതിൻ്റെ ഒറ്റ കാരണം ഇത്രയേ ഉള്ളൂ, ഈശോ നമ്മളെയൊക്കെ പൊതിഞ്ഞു പിടിച്ചു. ശരിയാണോ? ഈശോ പൊതിഞ്ഞു പിടിച്ചു. നമ്മൾ ആഗ്രഹിക്കും ചിലപ്പോൾ വീടുന്ന സമയത്ത്, സങ്കടത്തിൻ്റെ സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് വട്ടം കയറി പിടിക്കണമെന്ന്. ആരും കാണത്തില്ല. കെട്ടിപ്പിടിക്കാൻ വന്നവരൊക്കെ നമ്മളെ ഞെക്കിപ്പിഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ ഈശോ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ നേരെ നിൽക്കുന്നത്. ദുഷ്ടൻ നമ്മളെ തൊടാതെ, തിന്മ നമ്മളെ സ്പർശിക്കാതെ കർത്താവ് നമ്മളെ
പൊതിഞ്ഞു പിടിച്ചു. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചേ. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. പൊതിഞ്ഞു പിടിച്ചു, വലയം ചെയ്തു, മറച്ചു വെച്ചു. ഒത്തിരി വേദനയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ വേദനയുടെ എക്സ്ട്രീം, ആ വേദനയുടെ വലിയ മൂർധന്യാവസ്ഥയിലേക്ക് ഒന്നും ചെല്ലാതെ നമ്മുടെ രോഗങ്ങളോ നമ്മുടെ വേദനകളോ നമ്മുടെ പരാജയങ്ങളോ പിശാച് നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന ചില പാപങ്ങളോ ഒന്നും നമ്മളെ അതികഠിനമായി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഈശോ തന്നെ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വചനം ഇങ്ങനെയാണ്: കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. 31 സങ്കീർത്തനം 24 വാക്യം. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാവാതെ ധൈര്യം അവലംബിക്കുവിൻ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നിറയണം. ഒന്ന്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ ഭക്തർക്ക് വേണ്ടി, തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞാൽ, ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ ഇത്തിരി സന്തോഷമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാത്രിയിൽ ഇന്നത്തെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു തോന്നൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു ഫൗണ്ടേഷൻ ഒരുക്കണമല്ലോ, നിലത്തൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ നിങ്ങളെ ഒന്ന് ഒരു സങ്കടത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലല്ല, പകരം ഇത് ആരുടെ വചനമായതുകൊണ്ടാണ്? കർത്താവിൻ്റെ വചനമായതുകൊണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. കർത്താവിനെ കാത്തിരിക്കുന്ന എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കുഞ്ഞു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ കേൾക്കാതെ പോകുന്ന ചില പ്രാർത്ഥനകൾ, ഉത്തരം കിട്ടാതെ പോകുന്ന ചില നിലവിളികൾ, അതാണ് ഇന്ന് രാത്രി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇത് എൻ്റെ അനുഭവമാണ്, നിങ്ങളുടെ അനുഭവമാണ്. ശരിയാണോ? എല്ലാ പ്രാർത്ഥനയും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? സമ്മതിക്കേ, ഉണ്ടോ? ഇല്ല. കിട്ടിയിട്ടുണ്ടോ ഉത്തരം? കുറേ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കേൾക്കാതെ പോയ ചില പ്രാർത്ഥനകളുമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും മല്ല് പിടിച്ച് ഇങ്ങനെ കടന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ 10 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, 10-25 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി. നമ്മൾ വിചാരിക്കും നമുക്കൊരു പ്രത്യാശ എപ്പോഴും ഉണ്ട്, കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, എനിക്കൊരു ഉത്തരം തരും. പക്ഷെ നിങ്ങൾ ഈ രാത്രിയിൽ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നതല്ലാന്ന് തോന്നുന്നു. ചിലത് കിട്ടത്തില്ല. ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ടോ? സാധാരണ എല്ലാവരും വന്നിട്ട് ഇത് കിട്ടുമെന്നല്ല, ഞാനും അതാ വിശ്വസിക്കുന്നത്. എല്ലാം കിട്ടുമെന്ന് തന്നെയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും. കർത്താവ് അനുഗ്രഹിക്കും തന്നെയാണ്. പക്ഷെ ഒരു റിയാലിറ്റി, എൻ്റെ കുഞ്ഞു ജീവിതം കൊണ്ട് എനിക്ക് ബോധം കിട്ടിയതാണ്, നിങ്ങളുടെ വലിയ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ബോധം കിട്ടിയതാണ്, ചിലത് കിട്ടത്തില്ല. ഈ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് നമ്മൾ എന്നാ ചെയ്യണമെന്ന് നമ്മളൊന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കാൻ പോവാണ്. അത് നല്ലതല്ലേ? കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും മിനിമം ഒരു ചോദ്യം, അങ്ങനെ ഒന്ന്: കർത്താവേ, വേറെ അറിയൂ, എവിടാണ്? നിങ്ങൾക്കിപ്പോൾ ചാപ്പലൊന്നും പൂട്ടിയിട്ട് എന്നെ പോലെ വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങളെ പൂട്ടിയിട്ടുണ്ട്, പുറത്തുനിന്ന് വേറെ ആൾക്കാർ പൂട്ടിയിട്ട് പോകും. നമുക്ക് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇന്ന് രാത്രിയിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ധ്യാനിച്ച് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറഞ്ഞു തന്ന ഒരു പ്രോമിസ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുക. നോക്ക്, ഇപ്പോൾ ഒരു സങ്കടം വരും, ഇപ്പോൾ ഭയം ഉണ്ടാകുന്നു. ഇപ്പം ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് 2 പിള്ളേർ കുറച്ച് സമയങ്ങളുടെ വ്യത്യാസത്തിലാണ് വന്ന്. നേരത്തെ വന്നൊരു പയ്യൻ, അവനിങ്ങനെ ഷെയർ ചെയ്ത് അവൻ്റെ ഒരു പേടിയാണ്. അവൻ്റെ പേടി അപ്പനും അമ്മയും മരിച്ചു പോകുന്നുള്ള പേടിയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പേടിയുണ്ടോ? കുറേ പേര് അതൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് കേട്ട്. പേടിയാണ്, അതായത് പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോകും. നമ്മൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഇതെന്നെ, ഞാൻ അവനോട് ചോദിച്ചാൽ അപ്പനും അമ്മയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ എന്നെ പേടി അറിയത്തില്ല, അവന് പേടിയാണ്. അവൻ രാത്രി ഉറക്കം കിട്ടുന്നില്ല. കൊച്ചു പയ്യൻ, അപ്പനും അമ്മയും മരിച്ചു പോകുമെന്നുള്ള പേടി, മനസ്സിലൊരു സംഘർഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു പയ്യൻ, ഇങ്ങനെ കൊച്ചു പയ്യൻ, അവൻ മരിച്ചു പോകുന്ന പേടിയാണ്. ഞാൻ പിന്നെ രണ്ടാമത്തോട് പിന്നെ കുറച്ച് വളരെ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അവന് ഭയങ്കര പേടിയും, അവൻ മരിച്ചു പോകുന്ന മാത്രമല്ല, അവനെ എല്ലാവരും ഉപദ്രവിക്കാൻ വരുവാണ്. 16-17 വയസ്സേ ഉള്ളൂ. എല്ലാവരും ഉപദ്രവിക്കാൻ വരുമെന്നാണ്. സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ, സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ്, തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ, എല്ലാവരും ഇവനെ ടാർഗറ്റ് ചെയ്തേക്കാണെന്നാണ് ഇവൻ പറയുന്നത്. പേടിയാണ്, ഉള്ളിക്കിടക്കാൻ കാണുന്ന എല്ലാത്തിനോടും ഭയം. 2 തരത്തിലുള്ള ഭയം. ഇങ്ങനെ ഇത് അവന് മാത്രം, ഈ 2 പിള്ളേർക്ക് മാത്രമല്ല, നമുക്കൊണ്ട് ഇഷ്ടംപോലെ ഭയങ്ങൾ. ഞാനൊരു ഉദാഹരണം എടുത്തിടുന്നതേ ഉള്ളൂ. ഈ ഭയം വരുമ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ഒരു വചനം കയറി വരും. കാറ്റിലെയും കടലിനെയും ശാസിച്ച കർത്താവ് പറഞ്ഞ വചനം, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്.
ചേട്ടൻ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് പിള്ളേരുടെ കാര്യം ഓർക്കണ്ട. നിങ്ങളോ ഞാനോ ഭയപ്പെടുമ്പോൾ അതെന്തിനെ ആവട്ടെ, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ആയിരിക്കാം, മനുഷ്യരായിരിക്കാം, പിശാചിനായിരിക്കാം, ഭാവി ജീവിതത്തെ ആയിരിക്കാം, എന്തിനെങ്കിലൊക്കെ ഭയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വചനം കയറി വരും. ആത്മാവ് അത് നെടുവീർപ്പുകളായിട്ട് കൊണ്ടുതരും. ഭയപ്പെടേണ്ട, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഒരു വാഗ്ദാനമാണ്. ഇന്ന് നോക്ക്, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു വാഗ്ദാനമുണ്ട്. നിങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഇതെല്ലാം കർത്താവിൻ്റെ പ്രോമിസാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ഞാൻ നിങ്ങളെ കൈവിടില്ല. 100 കണക്കിന് വാഗ്ദാനം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ശരിയാണോ? ഉത്തരം പറ. ശരിയാണോ? കർത്താവ് കൂടെ ഉണ്ടെന്ന് അറിയാം, പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്ന് അറിയാം, സകല വിശുദ്ധരുടെയും മാലാഖമാരുടെ ഒക്കെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് തന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറും നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈശോ പറഞ്ഞ ഒരുറപ്പും കൂടെ നമ്മൾ മറന്നു പോകല്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വരുമെന്ന ഉറപ്പ് മാത്രമല്ല, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നുള്ള ഉറപ്പ് മാത്രമല്ല, ഈശോ തന്ന മറ്റൊരു ഉറപ്പുണ്ട്, മറ്റൊരു വാഗ്ദാനമുണ്ട്. അത് യോഹന്നാൻ 16:33 വചനം ഒന്ന് എടുക്കാമോ? ഈശോയുടെ വാഗ്ദാനങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തിലോ ഭയം ഇല്ലായ്മയുടെ വാഗ്ദാനങ്ങളിലോ ഒതുക്കരുത്. ഈശോ പറഞ്ഞ സുന്ദരമായ, ഇച്ചിരി സീരിയസ് ആയൊരു വാഗ്ദാനമാണ്. 16:33 വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. ഇതാര് പറഞ്ഞ? ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ കർത്താവ്, പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളോട് ഒരു വാഗ്ദാനം കൂടെ തരികയാണ്. എന്താണ് വാഗ്ദാനം? ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടേലും ഇല്ലേലും ഞെരുക്കം ഉണ്ടാവും. ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേക്കണം. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നും അത് കൊള്ളത്തില്ല, സുവിശേഷപ്പെട്ടി എടുത്തിട്ട് അത് വേണ്ട, അത് വേണ്ട, നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വേണ്ട. ഇന്ന് മോഷ്ടിക്കാൻ പോവാണ്, ഏത് വേണം വചനം? ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അടിയുടെ പെരുന്നാൾ നടക്കും. നമുക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ബാക്കിയെല്ലാം സുവിശേഷപ്പെട്ടി ഈ മഞ്ഞ കളർ കൊള്ളത്തില്ല. നോ, ഈശോ തന്ന അതേ ഈശോ തന്ന വാഗ്ദാനാണ്, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു വാഗ്ദാനം കൂടെ പഠിച്ചില്ലേ? സന്തോഷമായില്ലേ? വചനം പഠിച്ച് നമുക്കൊരു ഉറപ്പാണിത്, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവും. നമ്മളിപ്പോൾ നമുക്ക് കടങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, തെറ്റിദ്ധാരണകൾ, ഒറ്റുകൊടുക്കലുകൾ, എത്രയോ സങ്കടങ്ങൾ. ഈ രാത്രിയിൽ ജാഗരണം ഇരിക്കുക മാത്രമല്ല, ജാഗരണത്തെക്കാൾ വിഷമിച്ചിരുന്ന് കരഞ്ഞ് രാത്രി വെളുപ്പിച്ചവരുണ്ട്. കർത്താവ് ഉറപ്പ് തന്നേക്കാണ്, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഞെരുക്കമോ സങ്കടമോ സഹനമോ ഒക്കെ മാറാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പകരം ഈ ഞെരുക്കവും ഈ സഹനങ്ങളും ഒക്കെ നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സഹനങ്ങൾ മാറാനല്ല, സഹനങ്ങൾ നമ്മെ മാറ്റണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രാത്രിയിൽ ഇതാണ് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു തന്നേക്കാം, സഹനങ്ങൾ ഉണ്ടാകും, ഉണ്ടായിട്ടുണ്ട്. ഇത് ഈശോ വാഗ്ദാനം ചെയ്തുകൊണ്ട് മാത്രമല്ല, ഈ ലോകം നിങ്ങൾ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈശോയെ മുറുകെ പിടിച്ചാലും ഈശോയിൽ നിന്ന് മാറി നിന്നാലും ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഇത് കർത്താവ് പ്രോമിസ് ചെയ്താണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പ്രോമിസ് ഈശോ തന്നിട്ടുണ്ട്. 16:33 നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും പേടിക്കണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് ഈശോയുടെ വാഗ്ദാനം. ഞെരുക്കം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഈശോ ആ ഞെരുക്കങ്ങളെ, ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് സങ്കടം വരുമ്പോൾ, നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ, നമുക്ക് ഞെരുക്കങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണ്? ഇത് മാറാൻ പ്രാർത്ഥിക്കേണ്ടെന്നല്ല കേട്ടോ അച്ഛൻ പറയണേ. പക്ഷെ വെറുതെ സമയം കളയരുത്. വെറുതെ സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയരുത്. പകരം ഈ സഹനം നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങണം. സഹനം മാറാനല്ല, സഹനം എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന തുടങ്ങണം. ആ പ്രാർത്ഥന തുടങ്ങുന്ന സമയം മുതൽ ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ ബാക്കി നമ്മൾ പ്രവർത്തിക്കും. ഇതാ ലോകത്തെ ജയിച്ചവൻ, ലോകത്തിൻ്റെ ഞെരുക്കങ്ങളെ ജയിച്ചവൻ, സഹനത്തെ, കുരിശിനെ, മരണത്തെ ജയിച്ചവൻ പിന്നെ നിന്റെ കൂടെ നിന്ന് ഈ ഞെരുക്കങ്ങളെ അതിജീവിക്കാൻ നിന്നെ സഹായിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞു ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളാക്കി മാറ്റിയത് ആളുകൾ തന്ന പ്രോത്സാഹനങ്ങളോ അവർ പറഞ്ഞ നല്ല വാക്കുകളോ ഒന്നും അല്ല. ആണോ? ഒന്നുമല്ല. ആളുകൾ നമ്മളെ പൊക്കി വിട്ടതൊന്നും അല്ല നമ്മളിങ്ങനെ പൊങ്ങി വന്നത്. നമുക്കിട്ട് നല്ല കുത്തും ചവിട്ടും തൊഴിയൊക്കെ കിട്ടിയത് തന്നെയാണ് നമ്മളെ നമ്മുടെ നട്ടല് നേരെ നിർത്തിയത്. ചില സഹനങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, കർത്താവേ, എന്നെ മാറ്റാൻ വേണ്ടി നീ തന്ന സഹനങ്ങൾ ഇപ്പോൾ മാറണ്ട എന്ന് ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം.
അയ്യോ, അത്രയും ധൈര്യമൊക്കെ ഉണ്ടോ? ചിലപ്പോൾ 25 വർഷമായിട്ട് ഇങ്ങനെ ആ സഹനം വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 10-15 വർഷമായിട്ട് ആ സഹനം വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. വെറുതെ 15 വർഷമായിട്ട് അമ്മച്ചി അപ്പച്ച സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവേ എന്നെ മാറ്റാൻ വേണ്ടിയിട്ട്, എന്നെ മിടുക്കാക്കാൻ വേണ്ടിയിട്ട്, എന്നെ കുറേയും കൂടെ നിന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നീ അനുവദിച്ച, എന്നെ മാറ്റാൻ വേണ്ടി നീ അനുവദിച്ച ഈ സഹനത്തെ ഞാനിതാ ഏറ്റെടുക്കുന്നു. ലോകത്തിൽ എനിക്ക് ഞെരുക്കമുണ്ട്, പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ അവൻ്റെ കൂടെ നിന്നാൽ, അവനിൽ അഭയം പ്രാപിച്ചാൽ, അവനെ വിളിച്ചപേക്ഷിച്ചാൽ, അവനോട് ചേർന്ന് നിന്ന് രാവും പകലും അവൻ്റെ കൂടെ നിന്നാൽ അവൻ എനിക്ക് വേണ്ടി നീതി നടത്തി തരും. അത് 25 അല്ല 30 അല്ല 40 വർഷം കഴിഞ്ഞിട്ടാണേലും എനിക്ക് നീതി നടത്തി തരും. അതുവരെ പിടിച്ചു നിൽക്കണമെങ്കിൽ, സഹനത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, പരാതികളില്ലാതെ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ഇത് ഏറ്റെടുക്കുക. ഈ സഹനം മാറണ്ട, പകരം ഈ സഹനം എന്നെ മാറ്റിയാ മതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. നോട്ട് ഈസി. എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. നിങ്ങളോട് നല്ല ഉറക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് നല്ല എളുപ്പമാണ്. പക്ഷേ അത്ര ഉറക്കല്ലാതെ ചങ്ക് പൊട്ടി ഇത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടിയ ഒരു സ്റ്റേജ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. എളുപ്പമല്ല. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികന്, ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വചനം പറയുന്ന ഒരു വൈദികനും, എല്ലാ ദിവസവും ആരാധനയ്ക്കിരിക്കുന്ന ഒരു വൈദികനും ഇത് എളുപ്പമല്ല. സഹനം നമ്മളെ പൊള്ളിക്കും, നമ്മളെ വേദനിപ്പിക്കും. പക്ഷെ അതിനെ കാണുന്ന കണ്ണുകൾ, ഈശോയുടെ കണ്ണുകളോടെ നമുക്കത് കാണാൻ പറ്റിയാൽ, ഇത് മാറാതെ ഇതെന്നെ മാറ്റുമെങ്കിൽ, ഇതാണ് കർത്താവിൻ്റെ ഇഷ്ടമെങ്കിൽ, ഇതെന്നെ മാറ്റുമെങ്കിൽ ഞാൻ ഇതിന് തയ്യാറാണെന്ന് പറഞ്ഞ് ആ സഹനത്തിന് നിങ്ങൾ കൈ കൊടുത്താൽ, പിന്നെ കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ച് നിങ്ങളെ പൊക്കിയെടുത്ത് നടത്തിക്കോളും. ഈ സഹനം നിങ്ങളെ മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇടയ്ക്ക് ഹല്ലേലൂയൊക്കെ പറയുന്നതൊക്കെ ഇഷ്ടമാണോ? ആണോ? അച്ഛന് പോയിന്റ് കിട്ടാത്തതിൻ്റെ അല്ല കേട്ടോ. നല്ല സ്തുതിച്ചോളുക. പ്രത്യേകിച്ച് ഈ സങ്കടമൊക്കെ വരുന്ന സമയത്ത്, രാത്രി ഉറക്കമൊക്കെ വരുന്ന സമയത്ത്, ഒന്നും മനസ്സിലാവാത്ത സമയത്ത് ഈ അച്ഛൻ ഇതെന്തായി പറയണേ, സഹനം മാറാൻ വേണ്ടി ഞാൻ എന്തോരം നിയോഗം വെച്ച്, എത്ര കുർബാനയല്ലേ ഇപ്പം ആണ്ട വന്നിട്ട് പറയുന്നത് അത് മാറണ്ട. ഞാൻ പറയുന്നത് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇത് നമ്മളെ മാറ്റണം. ഇതേ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, ഈശോയിലേക്ക് അങ്ങ് അടുത്തേക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2-3 മാസം, നിങ്ങൾക്കിത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോടാ, ഒരു 2-3 മാസം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതികളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ട്, ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്, ആരാധനയ്ക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഇവിടുന്ന് അങ്ങ് വരുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇവിടെ ഒരു ഭാരം നിൽക്കുന്നു, ഒരു സഹനം നിൽക്കുന്നു, ഒരു സങ്കടം നിൽക്കുന്നു. ഈ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഒന്ന് കാണാനൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ വരുന്നുണ്ട്. ആരാധനയ്ക്ക് ഇരുന്നിട്ട് കർത്താവിൻ്റെ മുഖം കാണാൻ പറ്റാത്ത സമയങ്ങൾ വരുന്നുണ്ട്. ബൈബിൾ എടുത്ത് തുറന്ന് മറിച്ചിട്ട് ഒന്നും മനസ്സിലാവാത്ത സമയങ്ങൾ വരുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധ തെറ്റുന്ന സമയങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞു മനുഷ്യനാണ് നമ്മൾ. എനിക്കുണ്ടായ ഒരു ക്രൈസിസിനെ പറയണേ. അവിടെ എല്ലാം നമ്മൾ ഇത്ര തീരുമാനിക്കേണ്ടതുണ്ടോ? അച്ഛൻ്റെതായ ഒരു ക്രൈസിസ് പറഞ്ഞാണ്, അതിനെ അതിജീവിച്ച കാര്യം പറയാണ്. ഈശോയെ ഇതൊരു വൈദികൻ എന്ന നിലയിൽ എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ ഐ എം റെഡി. ഇത് നിന്നിലേക്ക് എന്നെ അടുപ്പിക്കത്തേ ഉള്ളൂ, ഞാൻ ഇട്ടേച്ച് പോവില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന സമയം മുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 മാസമോ 30 വർഷമോ ഈശോ ഇടപെടാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടും അപ്പുറമായിട്ടായിരിക്കും. ഞാൻ വിചാരിച്ച കർത്താവേ, ഇത് അടഞ്ഞു പോവാണോ? എൻ്റെ ഉള്ളിലുള്ള ഒരു ആനന്ദം അടഞ്ഞു പോവാണോ? എൻ്റെ ഉള്ളിൽ നിന്നെക്കുറിച്ചുള്ള സന്തോഷം അടഞ്ഞു പോവാണോ എന്നൊക്കെ ചിന്തിച്ചു പോയ ഇരുട്ടിൻ്റെ ദിവസങ്ങളുണ്ടായിരുന്നു. പട്ടാപ്പകൽ ഇരുട്ട് കണ്ട ദിവസങ്ങൾ. ഞാനത് ചോദിച്ചെനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഏറ്റെടുത്ത സമയം മുതൽ ഇതെന്നെ മാറ്റും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സാഹചര്യങ്ങളെ തന്നെ കർത്താവ് മാറ്റി. ഞാൻ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ കർത്താവ് എൻ്റെ മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. എല്ലാം പറയാത്തത് നിങ്ങൾക്ക് വെറുതെ എന്നോട് അസൂയ തോന്നണ്ടെന്ന് വിചാരിച്ചോട്ടാണ്. പൗലോസ്ലീഹ ഇങ്ങനെ പറയില്ലേ, എഫെസോസിൽ എനിക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറന്നു. അപ്പുറത്തെ സൈഡിൽ പൗലോസ്ലീഹ ഏഷ്യയിലോട്ട് പോകുന്നത് തടസ്സപ്പെടുത്തി, പൗലോസ്ലീഹയുടെ വഴികളെ തടസ്സപ്പെടുത്തി. പൗലോസ്ലീഹ സങ്കടപ്പെട്ടിരുന്നൊന്നുമില്ല, വീണ്ടും ശുശ്രൂഷ തുറന്നു. ഒരു ഘട്ടത്തിൽ വെച്ച് പൗലോസ്ലീഹ പറയാണ്, അവിടെ വാതിൽ അടഞ്ഞത് നന്നായി, ഇപ്പുറത്ത് എനിക്ക് വേണ്ടി മറ്റൊരു വാതിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചോദിച്ച ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല, നിങ്ങൾ പ്രതീക്ഷിച്ച ജോലിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല, നിങ്ങൾ ആഗ്രഹിച്ച രീതി നിങ്ങളുടെ മക്കൾ വളർന്നെത്തിയിട്ടുണ്ടാവില്ല, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമായിരുന്നില്ല നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ കുടുംബ സാഹചര്യം നിങ്ങൾ ഉദ്ദേശിച്ചതോ നിങ്ങളോ പ്രാർത്ഥിച്ചോ സ്വപ്നം കണ്ടതോ ഒന്നും ആയിരിക്കില്ല. വാതിൽ അടഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയുടെ പ്രിയപ്പെട്ട മക്കള് എന്ത് സങ്കടത്തിലൂടെ, എന്ത് സഹനത്തിലൂടെ, എന്ത് തരം ക്രൈസിസിലൂടെ നിങ്ങൾ കടന്നു പോട്ടെ, ഇപ്പൊ ഈ സമയം മുതൽ ഇന്ന് ഏറ്റെടുക്കുക. ഈശോയെ, ഇത് മാറണ്ട, ഇതെന്നെ മാറ്റിയാൽ മതി. ലൈഫ് മാറും, സിറ്റുവേഷൻ മാറും. കർത്താവ് ഇതൊക്കെ മാറ്റിയെടുക്കും. നമ്മളെയും മാറ്റും, നമ്മുടെ സാഹചര്യങ്ങളെയും മാറ്റും,
നമ്മൾ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നു തരും. വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയാ. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കിക്കോളുക, അത്രേ ഉള്ളൂ. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം എടുത്ത് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്ന കരുതുക. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഒത്തിരി മിടുക്കന്മാരായ രാജാക്കന്മാർ, കുറേ തല്ലിപ്പൊളികൾ. ഇതിനകത്ത് നല്ല മിടുക്കനായ ഒരു രാജാവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹെസക്കിയ എന്ന രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10-25 വയസ്സായ സമയത്ത് രാജാവായതാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലാണ് ഈ ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അയാൾ നീതിമാനായിരുന്നു, ദൈവത്തിൽ അതികഠിനമായിട്ട് വിശ്വസിച്ചിരുന്നു, കർത്താവിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നു, കർത്താവും അവൻ്റെ കൂടെ നിന്നു, എല്ലാ കാര്യത്തിലും അവൻ വിജയിച്ചു. ഹെസക്കിയയെ കുറിച്ച് പറയുന്നതാണ്. ഈ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു രാജാവുണ്ട്. 3 പ്രത്യേകതകളാണ് അയാളെക്കുറിച്ച് വിശുദ്ധരെന്ന് പറയുക. 1, അയാൾ നീതിമാനായിരുന്നു. എന്തായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത? നീതിമാനായിരുന്നു. 2, അയാളൊരു നല്ല ദൈവവിശ്വാസിയായിരുന്നു. 3, അയാൾ ദൈവത്തോട് ഒട്ടി നിന്നു. അതിന് റിസൾട്ടായിട്ട്, അതിന് പ്രതിഫലമായിട്ട് കർത്താവ് അയാൾക്ക് കൊടുത്തത് എന്താണെന്നറിയോ? കർത്താവ് അവൻ്റെ കൂടെ നിന്നു, എല്ലാ കാര്യത്തിലും അവൻ വിജയിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുക്കാമോ? 2 രാജാക്കന്മാർ അതിൻ്റെ 18-ാമത്തെ അധ്യായം, 2 Kings chapter 18. ഹെസക്കിയ യൂദായിലെ നല്ല മിടുക്കനായ ഒരു രാജാവാണ്. കുറെ കഴിയുമ്പോഴത്തേന് ഇച്ചിരി തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ കാണിക്കും. എന്നാൽ ഇതിനകത്തൊരു 98% ഇയാൾ നല്ല മിടുക്കനായ ഒരു രാജാവാണ്. ഇയാളെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് 18:3. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. നമ്മളും അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ? ആണോ? ആണ്. കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിക്കുന്നവരാണ്. 2-ാമത്തെ കാര്യം, 5-ാമത്തെ വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. നമ്മളെപ്പോലെയൊക്കെ തന്നെ നീതി പ്രവർത്തിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. 3-ാമത്തെ കാര്യം, 6-ാമത്തെ വാക്യത്തിലാണ്, അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. ഇത് 3 ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമാണ് 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണ്ണമായി. അപ്പോൾ ഹെസക്കിയ ഇങ്ങനെ നല്ല മിടുക്കനായിട്ട് ജീവിച്ചു. ഇവിടെ ഓർക്ക് നമ്മുടെ നോർമൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ക്രിസ്ത്യാനി, ഈശോയുടെ കൂടെ നിൽക്കുന്നൊരു മനുഷ്യൻ. നമുക്ക് നമ്മുടെ സങ്കടങ്ങളുടെ വേദന കൂടാനുള്ള കാരണവും ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം. ഈശോയെ പള്ളി പോകാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, ധ്യാനത്തിൽ പങ്കെടുക്കാത്തവർ, ബൈബിള് തൊട്ടിട്ടില്ലാത്തവർ, അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ നല്ല നല്ല മിടുക്കന്മാരായിട്ട് നട്ടൽ നിവർത്തി അഹങ്കരിച്ച് നടക്കുന്നു. ഈ പള്ളി പോകുന്ന, ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോകുന്ന, വചനം കേൾക്കുന്ന, ശുശ്രൂഷ പങ്കെടുക്കുന്ന, ശുശ്രൂഷ ജീവിതത്തിലുള്ള എനിക്ക് ഈ സങ്കടങ്ങൾ, വേദനകൾ, നമ്മുടെ വേദന കൂടും. പിള്ളേരൊക്കെ നമ്മളോടൊന്ന് ചോദിക്കും, ആ കൊച്ചു പള്ളി പോയില്ല, അത് ജയിച്ച്. എല്ലാ ദിവസവും അമ്മ എന്നെ കൊണ്ട് മെഴുതിരി കത്തിച്ച്, കയ്യും പൊള്ളി, തിരിയും തീർന്ന്, പൈസയും പോയി, പഴിയും തോറ്റ്. കൊച്ചു ചോദിക്കുമ്പോൾ അമ്മച്ചി എന്നാ പറയും? അമ്മച്ചി പിശാച ചോദ്യം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിശാച് പിന്നെ നമ്മളെ ചോദ്യം ചെയ്യും. പിള്ളേർ ചോദിക്കും, നമ്മുടെ മുമ്പ് ഉത്തരം കിട്ടില്ല. നമുക്ക് വേദന കൂടുന്നത് അങ്ങനെയാണ്. കർത്താവേ, ഞാൻ തല്ലിപ്പൊളിയായിട്ട് നടന്നിട്ടാണ് ഇത് സംഭവിച്ചെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ നിന്നതല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു ഉദാഹരണമാണ് ഹെസക്കിയ. 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഒന്ന്, ഇയാളുടെ വലിയൊരു രോഗസൗഖ്യം. അതിനു മുമ്പ് സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ്, ഈ യൂദാ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ശത്രു സൈന്യം, സെന്നാകരീബിൻ്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം വരുന്ന സമയത്ത് വലിയൊരു പീഡനം നടക്കുകയാണ്, വലിയ സഹനം നടക്കുകയാണ്. ഈ സെന്നാകരീബ് രാജാവിൻ്റെ ഒരു സൈന്യാധിപൻ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ജനത്തെ കൂട്ടി നിർത്തിയിട്ട് കളിയാക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഹെസക്കിയ പറയുന്നൊന്നും കേൾക്കണ്ട. ഹെസക്കിയ പറയുന്നു ദൈവം നിങ്ങളെ രക്ഷിക്കും. ഹെസക്കിയ പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഇയാൾ ഈ ശത്രുവിൻ്റെ ഈ സൈന്യാധിപൻ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ഹെസക്കിയ പറയുന്നത് ഒന്നും സംഭവിക്കില്ല. ഹെസക്കിയ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ പോകണ്ട, നിങ്ങൾ രാജാവിനെ, സെന്നാകരീബിനെ പോയി അഭയം പ്രാപിക്കുക, നിങ്ങൾ രക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു വെല്ലുവിളി മാത്രമല്ല അത്. ഇന്ന് നമ്മളൊരു സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, എനിക്കറിയില്ല നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന്. പള്ളി പോയി മടുത്തവർ വേറെ സ്ഥലങ്ങളിൽ പോകുന്ന ഒരു പ്രലോഭനമുള്ള നാട്ടിലാണ് നമ്മൾ. കുർബാനയ്ക്ക് പോയിട്ട് നടന്നില്ല, എന്നാൽ പിന്നെ അപ്പുറത്ത് പോയി ഒന്ന് കുമ്പിട്ടേക്കാം എന്ന് കരുതുന്ന ടീമുകളാണ് നമ്മൾ. ഈ സെന്നാകരീബ് വെല്ലുവിളിച്ച പോലെ, സെന്നാകരീബിൻ്റെ സൈന്യാധിപൻ വെല്ലുവിളിച്ച പോലെ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നവരെ നിങ്ങൾ കേൾക്കണ്ട എന്ന് പറയുന്ന, അത് കേട്ട് പ്രലോഭിതരായി വചന ശുശ്രൂഷയിൽ നിന്ന് വിഘടിച്ച് ഓടിപ്പോകുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇത്രയധികം സുവിശേഷം കേട്ട, ഇത്രയധികം ധ്യാനങ്ങൾ കൂടിയ നമ്മൾ ഒരു സഹനം വരുമ്പോൾ, വേദന വരുമ്പോൾ ഇട്ടേച്ച് പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇടയിൽ അത് സംഭവിക്കുന്നുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് പറയും, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു പറയും, പക്ഷേ സഹനം വരുന്നു, ആ സഹനം നീണ്ടു നിൽക്കുന്നു. എന്നാൽ പിന്നെ കർത്താവിനെ വേണ്ട, പള്ളിയും വേണ്ട, ഇത് പറഞ്ഞു തരുന്നവരെയും വേണ്ട എന്ന് പറഞ്ഞ് ഒരു കാലത്ത് നല്ലപോലെ വചനം കേട്ടവർ, വചനം മുറുകെ പിടിച്ചവർ, വചനം വിശ്വസിച്ചവർ, മണിക്കൂറുകൾ ആരാധനയ്ക്കിരുന്നവർ എല്ലാം നിർത്തി വട്ടപ്പൂജയായിട്ട് പോയ ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. ഈ സെന്നാകരീബിൻ്റെ സൈന്യാധിപൻ നിന്ന് വെല്ലുവിളിക്കണം. ഈ അധ്യായത്തിൽ നിങ്ങളൊന്ന് ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? 2 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം
അതിൻ്റെ 29-ാം വാക്യം, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായി രക്ഷിക്കും. അസീര രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. അവൻ പറയുന്നത് ഒന്നും സംഭവിക്കത്തില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു വിഷമമൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വൈദികരുടെ അടുത്തേക്ക് പോകും, സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകും, സുവിശേഷ പ്രഘോഷയുടെ അടുത്തേക്ക് പോകും, പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തേക്ക് പോകും. അവർ നിങ്ങളോട് തീർച്ചയായിട്ടും പറയും, ഇത് ശരിയാവും, ഈ വേദന മാറും, ഈ സങ്കടം മാറും, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഇത് പറയുന്നവരുടെ അടുത്തേക്ക് പോവല്ലെന്ന് ശത്രു സൈന്യം പറയാണ്. അവർ നിങ്ങളെ പറ്റിക്കുമെന്ന്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. ശത്രു അങ്ങനെ പ്രലോഭിപ്പിക്കും. നിങ്ങളത് വിശ്വസിക്കേണ്ട. ആ വൈദികൻ പറയുന്നതോ, ഈ സുവിശേഷം പറയുന്നതോ, ഈ ധ്യാനങ്ങളിൽ പറയുന്നതോ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ മുഴങ്ങി കേൾക്കുന്ന കാര്യങ്ങളോ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കേണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ് പിശാച് അവൻ്റെ ഏറ്റവും വലിയ ആയുധം, നിരാശ എന്നൊരായുധം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയ്ക്കും. 3-4 തവണയാണ് ഹെസക്കിയായെ വിളിച്ച് കളിയാക്കിക്കൊണ്ട് ഈ ശത്രു സൈന്യാധിപൻ ജനത്തെ മുഴുവൻ ഇങ്ങനെ മുൾമുനെ നിർത്തുന്നത്. അവസാനം ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ ഈ ജനം മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയുണ്ട്. അല്ലെ, സമയം എടുത്തിട്ട് ഈ 18, 19, 20 അധ്യായങ്ങൾ വായിക്കണം. ജനം മുഴുവൻ നാണം കെട്ട് തിരിച്ചു പോവാണ്. അവരെന്നിട്ട് പോയിട്ട് ഹെസക്കിയായോട് ഈ ദൂതന്മാർ പോയി പറയുന്നുണ്ട്, ഈ ശത്രു സൈന്യം ഇങ്ങനെ നമ്മളെ അപമാനിച്ചു, നിന്നെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കരുതെന്ന് പറഞ്ഞു, സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ വിഷമിച്ച് വസ്ത്രം കീറി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഹെസക്കിയ ചെയ്തത് എന്താണെന്നറിയോ? ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. 19-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, വിവരമറിഞ്ഞ് ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കണേ. ചുറ്റും നിന്ന് ശത്രുക്കൾ, ചുറ്റും നിന്ന് പിശാച്, ചുറ്റും നിന്ന് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ധ്യാനം കൂടിയിട്ട് കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ആകെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ചുറ്റും നിന്ന 4 പേര് അപമാനിക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടായി പ്രാർത്ഥിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തിനായി പള്ളി പോകുന്നത്? നിങ്ങൾ ഇത്രയും ധ്യാനം കൂടിയിട്ട് എന്താ ഇവിടുത്തെ പ്രശ്നം മാറിയോ? നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും നിങ്ങളെ കളിയാക്കും. ഹെസക്കിയ എന്ത് ചെയ്തെന്നറിയോ? കളിയാക്കിയവൻ ഉത്തരം കൊടുക്കാനോ വിഷമിപ്പിച്ചവർക്ക് ഉത്തരം കൊടുക്കാനോ ഒന്നും നിന്നില്ല. അവൻ നേരെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി കർത്താവിനോട് പറഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കൽ എന്ന് പറഞ്ഞാൽ എന്നറിയോ? ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയാലെന്ന് അച്ഛനും മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അതെന്നാന്ന് പതുക്കെ പറഞ്ഞുതരാം. അത് കളിയാക്കിയതല്ല, അതൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് പോവണ്ട, പള്ളി പോവണ്ട, ധ്യാനത്തിന് പോകണ്ട, ആരാധനയ്ക്ക് ഇരിക്കേണ്ട, ഈ ശുശ്രൂഷകൾക്കൊന്നും പങ്കെടുക്കേണ്ട, ഇതിൽ കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരും. ഹെസക്കിയ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ആര് എന്ത് നിരാശപ്പെടുത്തിയാലും, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ലെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത വന്നാലും കർത്താവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് മുമ്പേ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം, കർത്താവേ ഇത് മാറണം എന്നല്ല, ഇതെന്നെ മാറ്റണം. ഹെസക്കിയ പ്രാർത്ഥിച്ച ഒരു പൊരുൾ ഇത് വായിക്കും നിങ്ങൾക്ക് പിടികിട്ടും. ഹെസക്കിയ പറഞ്ഞു, കർത്താവേ ഇതെന്നെ അല്ല അപമാനിച്ചത്. ആരെയാണ്? സർവശക്തനായ നിന്നെയാണ്. എനിക്കൊന്നുമില്ല, നീ ഇടപെടാൻ. നമ്മൾ പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ സഹനങ്ങൾ മാറണ്ട എന്ന് പ്രാർത്ഥിക്കുന്നതല്ല, പകരം എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ നോക്കാനോ എൻ്റെ ഉള്ളിൽ അങ്ങ് പ്രവർത്തിച്ചത് കാണാനോ അല്ല, അങ്ങയുടെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയാൻ വേണ്ടി എന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും കളിയാക്കി, ചുറ്റും നിന്നവരൊക്കെ അപമാനിച്ചു. അവസാനം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഹെസക്കിയ ഒരു തീരുമാനം എടുക്കുകയാണ്. കർത്താവിൻ്റെ പ്രവാചകൻ ഏശയ്യായെ കാണണം, ഏശയ്യായോട് സംസാരിക്കണം. അങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് ദൂതയക്കുകയാണ്. ജനത്തെ ഇങ്ങനെ അപമാനിച്ചു, രാജ്യത്തെ അപമാനിച്ചു, ദൈവത്തെ അപമാനിച്ചു. ഏശയ്യാ പ്രവാചകനോട് ചോദിക്കുകയാണ്, നീ ദൈവത്തോട് പറ, നമുക്ക് വേണ്ടി കർത്താവിനോട് സംസാരിക്ക്, കർത്താവ് നമുക്ക് ഉത്തരം തരും. ഏശയ്യാ പ്രവാചകൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും അപ്പുറത്തുനിന്ന് ശത്രുക്കൾ കളിയാക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. ദൂതൻ കത്തയക്കും, നിങ്ങളെ നശിപ്പിക്കാൻ പോവാണ്, ഇതെല്ലാം അവസാനിപ്പിക്കാൻ പോവാണ്, യൂദായെ മുച്ചൂടും മുടിപ്പിച്ച് കളയും, അവസാനിപ്പിച്ച് കളയും എന്നൊക്കെ ഒരു സൂചന കിട്ടുകയാണ്. ഈ കത്ത് ദൂതന്മാർ കൊണ്ടുവരുമ്പോൾ ഹെസക്കിയ വീണ്ടും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ കത്ത് വായിച്ച് അവൻ പേടിക്കുകയല്ല, വിഷമിക്കുകയല്ല, നിരാശപ്പെടുകയല്ല ചെയ്തത്. അവൻ എന്ത് ചെയ്തെന്നറിയോ? നമ്മളൊക്കെ രാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുമ്പോൾ നിയോഗം എഴുതി വെക്കുന്നത് പോലെ ഹെസക്കിയ കർത്താവിൻ്റെ മുമ്പിലേക്ക് ആ കത്തെടുത്ത് വെച്ചു. കർത്താവിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചു. വചനം ശ്രദ്ധിച്ചേ. 19-ാമത്തെ അധ്യായം 14-ാം വാക്യം. ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ വെച്ചു. ഒരു നിയോഗം എഴുതി വെച്ചേക്കാം. എന്ത്? ഇത് മാറണം എന്നല്ല, പിന്നെന്താണ്? കർത്താവ് ഇത് വേറൊരു രീതിയിൽ മാറ്റും.
ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബ്ലോക്കായിട്ട് കിടക്കുന്ന കാര്യങ്ങളില്ലേ, ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ പുറത്തേക്ക് ജോലിക്കോ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണ്. എന്നാ ചെയ്യും? ഒരു പാസ്പോർട്ടുണ്ട്, അതിൽ ഇതുവരെ സീലടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സീലൊക്കെ അടിച്ച് വരച്ച് വെക്കാനൊക്കെ തുടങ്ങി. കാലാവധി കഴിഞ്ഞിട്ട് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. ആൾക്കാർ ചോദിക്കുമ്പോൾ 2 പാസ്പോർട്ടുണ്ട്, പക്ഷേ ID കാർഡായിട്ട് പോലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. എത്ര കാലമായി അപേക്ഷ വെച്ചിട്ട് നടക്കുന്നില്ല. നമുക്കിത് ഒരാളുടെ മുമ്പിൽ വെക്കാം. ആരുടെ മുമ്പിൽ? ഈശോയുടെ മുമ്പിൽ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചുമ്മാ തമാശയായിട്ടല്ല, അതേ ബൈബിളിൽ ഒരാൾ കാണിച്ചു തന്നാണ്. അവന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കത്ത് കിട്ടി. അവൻ അത് കേട്ട് വിറയ്ക്കുകയല്ല ചെയ്തത്, അത് പോയിട്ട് അപ്പുറം ഇപ്പുറം കൊണ്ട് കൊടുക്കല്ലേ ചെയ്തത്. ആരുടെ മുമ്പിൽ കൊണ്ട് കൊടുത്തു? കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു. കർത്താവ് ഇടപെടുവോ? ഇടപെട്ടേ മതിയാവൂ. കാരണം ഇത് മാറണം നല്ല ഹെസക്കിയാ പറഞ്ഞത്. ഇത് ഞങ്ങളെ മൊത്തം മാറ്റണം. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം ആയിരുന്നില്ല പിന്നീട് യൂദാജനത്തിന്. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം ആയിരുന്നില്ല ഹെസക്കിയായിക്ക്. അതുവരെ കർത്താവ് ഇടപെട്ടതുപോലെ അല്ല കർത്താവ് ഇടപെട്ടത്. നിങ്ങൾ ഈ വചനം കേട്ടിട്ടുണ്ടാവും. ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് അവരുടെ എത്രയോ ലക്ഷം സൈന്യത്തെ ഇല്ലാതാക്കി, ശത്രുക്കളെ ഇല്ലാതാക്കി കർത്താവ് തൻ്റെ വിജയക്കൊടി പാറിച്ചു. ഹെസക്കിയ ഇത് സംഭവിച്ചത്, യൂദായിൽ ഇത് സംഭവിച്ചത് പരാതി പറഞ്ഞപ്പോഴല്ല, സങ്കടപ്പെട്ടപ്പോഴല്ല, ഈ പ്രശ്നം എന്ന് മാറുമെന്ന് ചോദിച്ചപ്പോഴല്ല. എല്ലാം കർത്താവിൻ്റെ കയ്യിലേക്ക് സറണ്ടർ ചെയ്ത് അവൻ്റെ സംരക്ഷണത്തിന് വിട്ടുകൊടുത്ത് കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിച്ച് അടങ്ങിയിരുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അവർ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് പ്രവർത്തിച്ചു. അവരെ അവൻ മാറ്റി, അവരെ ദൈവം മാറ്റി. അവരുടെ പ്രശ്നത്തെ മാറ്റിയല്ല, അവരെ ദൈവം ടോട്ടലി മാറ്റി. അതുകൊണ്ട് ഹെസക്കിയ പിന്നീട് വലിയൊരു രോഗം വരുമ്പോൾ വേറെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഹെസക്കിയ നേരെ ഭിത്തിയിലേക്ക് തിരിഞ്ഞ് 20-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കണം. ഒരു രോഗം വന്ന് മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഹെസക്കിയ ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, വലിയ പ്രാർത്ഥനയൊന്നുമില്ല, ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ ആയിരുന്നു എന്ന് നീ ഓർത്താൽ മതി. കർത്താവ് ഇടപെട്ട് അവൻ്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കുകയാണ്. നോക്ക്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ചു, ഒത്തിരി നാളുകളായിട്ട് കഷ്ടപ്പെടുകയാണ്. പക്ഷെ ഒരൊറ്റ മൊമെന്റ് നിങ്ങൾ തീരുമാനം എടുക്ക്, ഇത് മാറുകയല്ല, ഇതെന്നെ മാറ്റട്ടെ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ പ്രശ്നം മാറുകയല്ല, ഈ പ്രശ്നം എൻ്റെ കുടുംബത്തെ മാറ്റിയെടുക്കട്ടെ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഈ പ്രശ്നം മാറുകയല്ല, പകരം എൻ്റെ വ്യക്തി ജീവിതം, എൻ്റെ ലൈഫ് കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ ഇത് എന്നെ മാറ്റട്ടെ. കർത്താവിൻ്റെ കയ്യിലോട്ട് ഈ പ്രശ്നത്തെ കൊടുക്ക്. ഈ കത്ത്, ഈ പേടിപ്പിക്കുന്ന കാര്യം ഈശോയുടെ കയ്യിലോട്ട് നീ എടുത്തു കൊടുക്ക്. നിന്നെ മാറ്റും, പ്രശ്നത്തെ മാറ്റിയല്ല, നിന്നെ കർത്താവ് മാറ്റിയെടുക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹെസക്കിയയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. 38-ാമത്തെ അധ്യായം, ഏശയ്യാ പ്രവാചന പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായം എടുക്കാം. അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളാണ്. ഹെസക്കിയയുടെ രോഗശാന്തിയെക്കുറിച്ച് അവിടെ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളാണ് 38-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടെ, നമുക്കിത് ഇത് പ്രാർത്ഥിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നു. കർത്താവെ, എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും, ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും, എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. രോഗസൗഖ്യത്തിനൊക്കെ പ്രാർത്ഥിക്കാനുള്ള നല്ല വചനങ്ങളൊന്നാണ് കേട്ടോ. പക്ഷേ അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ജീവൻ നൽകി എനിക്ക് ആരോഗ്യം തിരിച്ചറിയണമേ എന്നല്ല. പ്രധാനപ്പെട്ട കാര്യം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും. നിങ്ങൾ രോഗപീഠകളാൽ ക്ലേശിക്കുന്നവർ ഈ സമയത്ത് ഇതൊന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ആരാധനയുടെ സമയത്ത് ഇത് പ്രാർത്ഥിച്ചു. ഈശോ, എനിക്ക് ആരോഗ്യം വീണ്ടും തരണം എന്ന് മാത്രമല്ല, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഒരു വലിയ കഠിന രോഗത്തിലാണ്, ഒരു സൗഖ്യം കിട്ടണം. എന്തിനാ സൗഖ്യം കിട്ടുന്നത്? കുറച്ചുകൂടെ പഠിക്കാം, കുറച്ചുകൂടെ ജോലി ചെയ്യാം, കുറച്ചുകൂടെ ശുശ്രൂഷ ചെയ്യാം, കുറച്ചുകൂടെ അധ്വാനിക്കാം ആണോ? അല്ല, കർത്താവെ, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. നല്ല പ്രാർത്ഥനയല്ലേ അത്? നല്ല പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ രോഗം മാറിയില്ലെങ്കിലും നമ്മൾ ആരോഗ്യത്തിലായിരിക്കും. കാരണം പിന്നെ ആരാ കൊണ്ടു നടക്കുന്നത്? ഈശോയാണ്. കേൾക്കാത്ത പ്രാർത്ഥനകളിലും കർത്താവ് പിന്നെ നമ്മളെങ്ങ് കൊണ്ടു നടക്കും. ആ പ്രാർത്ഥന ശ്രദ്ധിച്ചേ. കർത്താവ്, എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും, ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും, എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. നല്ലൊരു പ്രാർത്ഥനയാണ്. 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, അങ്ങ് എൻ്റെ എല്ലാ പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. ഹെസക്കിയ പറയാണ്, എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, ഇത് കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. അപ്പോൾ ആ രാജാക്കന്മാർ അവർ വന്ന ശത്രുസൈന്യം വന്ന സമയത്ത് ഹെസക്കിയ പരാതിപ്പെട്ടില്ല, കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. കാരണം ഇത് നന്മയ്ക്കാക്കി കർത്താവ് മാറ്റുമെന്നവൻ വിശ്വസിച്ചു. രോഗം വന്ന സമയത്ത് പരാതി പറയാൻ പോയില്ല, പകരം കർത്താവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവെ, നീ എന്നെ ഒന്ന് ഓർത്തേക്കണേ. പരാതി പറയാൻ പോയില്ല, കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റുമെന്നവൻ വിശ്വസിച്ചു. ഇന്ന് മാറാത്ത സങ്കടങ്ങൾ, മാറാത്ത വേദനകൾ, മാറാത്ത കടം, രോഗം, വേദന, ഇത് കർത്താവ് ഒരു നന്മയ്ക്കാക്കി മാറ്റും. വിശ്വാസോടെ ഹല്ലേലൂയ. ആ നന്മ എന്താണ്? നമ്മളെ അവൻ മാറ്റിയെടുക്കും. ഈ സഹനത്തിലൂടെ, ഈ വേദനയിലൂടെ
ഈശോ നമ്മളെ മാറ്റിയെടുക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകളൊന്ന് അടച്ചേ, കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഈശോയെ, ഹെസക്കിയായിക്ക് അങ്ങ് കൊടുത്ത രോഗശാന്തി പോലെ, പ്രത്യേകിച്ച് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഞങ്ങളുടെ മക്കൾ ഈ ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം പ്രത്യേകമായിട്ട് ഞങ്ങൾ രോഗം മൂലം ക്ലേശിക്കുന്ന സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൂരദേശങ്ങളായിരിക്കുന്നവർ, ഭവനങ്ങളിലും ആശുപത്രികളിലും ഒക്കെ ആയിട്ട് വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ, ഈശോ അങ്ങ് സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ, അങ്ങ് വീണ്ടും ആരോഗ്യം നൽകണമേ. മറ്റൊന്നിനു വേണ്ടിയല്ല, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും, ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും, എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. ഇവിടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ആരുടെയും പ്രിയപ്പെട്ടവർ ഇങ്ങനെ സങ്കടത്തിൽ വലിയ രോഗപീഠകളിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിലൊരു ഉണർവ് നൽകണമേ, ശരീരത്തിൽ ഉന്മേഷം നൽകണമേ. അവർ അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നതിന് സൗഖ്യം നൽകി അവരെ വീണ്ടും ഉണർത്തണമേ. ഈശോയെ, അങ്ങയുടെ കരം ഞങ്ങളുടെ മേലേക്ക് നീട്ടണം. രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരുടെ മേലേക്ക് അങ്ങയുടെ കരം നീട്ടണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കും, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് സകലവിധ രോഗപീഠകളും കർത്താവ് നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും. കടബാധ്യതകളെ, രോഗങ്ങളെ, വേദനകളെല്ലാം കർത്താവ് നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും. ഈ വേദന മാറുമെന്നല്ല, ഈ വേദന നമ്മളെ മാറ്റും. കർത്താവിൽ ആശ്രയിക്കുക, നിരന്തരം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഉണർന്നിരിക്കുന്ന ഒരു ദൈവം, രാവും പകലും തന്നെ നോക്കി നിലവിളിക്കുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അവിടുന്ന് അഭയം പ്രാപിച്ചവരാരും നഷ്ടധൈര്യരാവേണ്ടി വന്നിട്ടില്ല. കാത്തിരിക്കേണ്ടി വന്നവരാരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കാത്തിരുന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ആ കാത്തിരിപ്പ്, ആ സഹനത്തിൻ്റെ കാലയളവ് നിന്നെ ഒത്തിരിയധികം മാറ്റിയിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, കണ്ണുനീരുകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ ഇത് തിരിച്ചറിയുക. സങ്കടങ്ങൾ മാറിയില്ലെങ്കിലും ആ സങ്കടങ്ങൾ നിന്നെ മാറ്റി, കുറച്ചുകൂടെ ഈശോയിലേക്ക് നിന്നെ അടുപ്പിച്ചു, നിന്നെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി, കുറച്ചുകൂടെ ആത്മീയ ബലമുള്ള വ്യക്തിയാക്കി മാറ്റി. ഇന്ന് ഇത്രയും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പള്ളിയിൽ ഇരുന്നിട്ടല്ല, നന്നായിട്ട് പൊള്ളിയതുകൊണ്ടാണ്, ഒത്തിരി വേദനയിലൂടെ കടന്നുപോയവർ അതുകൊണ്ടാണ് നിന്നെ ഈശോ കൂടുതൽ വിശ്വാസത്തിൽ വളർത്തിയത്. വേദപാഠനങ്ങളും ബൈബിൾ വചനങ്ങളും ധ്യാനങ്ങളും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ വേദനകളാണ് നിന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയത്. ഈശോയുടെ കരങ്ങളിലേക്കെല്ലാം കൊടുക്കുക. കർത്താവേ, ഈ വേദനകൾ എന്നെ മാറ്റട്ടെ, ഈ വേദനകൾ എന്നെ ശക്തിപ്പെടുത്തട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ വേദനകളും വിട്ടുകൊടുത്തുകൊണ്ട്, സഹനങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട്, ഇവിടെ പ്രിയപ്പെട്ടവരെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഹെസക്കിയ വിശ്വസിച്ചതുപോലെ അങ്ങയുടെ ദേവാലയത്തിലേക്ക് വരാൻ, അങ്ങയുടെ പ്രവാചക സ്വരം കേൾക്കാൻ, അങ്ങയുടെ വചനം വിശ്വസിക്കാൻ ശക്തി നൽകണമേ. അങ്ങിലേക്ക് മുഖം തിരിക്കാൻ കൃപ നൽകണമേ. അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ കൃപ നൽകണമേ. അങ്ങിൽ അഭയം തേടുന്നവരെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്ന, രാവും പകലും അങ്ങേ നോക്കി നിലവിളിക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ കൃപ ചൊരിയണമേ. അങ്ങ് ശക്തിപ്പെടുത്തി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വേദനകളെല്ലാം മാറാനല്ല, വേദനകളെല്ലാം ഞങ്ങളെ മാറ്റട്ടെ. വേദനകളെല്ലാം ഞങ്ങളെ മാറ്റട്ടെ. ഞങ്ങളെ പുതിയ വ്യക്തികളാക്കി മാറ്റട്ടെ, പുതിയ ശക്തിയുള്ളവരാക്കി മാറ്റട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കട്ടെ. ശക്തമായ ആത്മീയ അഭിഷേകം കൊണ്ട് നിറയപ്പെടുന്നവരായി ഞങ്ങൾ മാറട്ടെ. ഈശോയെ, പുത്തനൊരു നവീകരണത്തിലേക്ക് ഈ സഹനങ്ങൾ ഞങ്ങളെ മാറ്റട്ടെ. കേട്ടറിഞ്ഞ പാഠങ്ങളല്ല, പഠിച്ചെടുത്ത പ്രാർത്ഥനകളല്ല, അനുഭവിച്ച വേദനകൾ ഞങ്ങളെ നവീകരിക്കട്ടെ. കടന്നു പോകുന്ന തെറ്റിദ്ധാരണകൾ ഞങ്ങളെ നവീകരിക്കട്ടെ. ഈ തെറ്റിദ്ധാരണകളും സങ്കടങ്ങളും ഞങ്ങളെ നവീകരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തെ ശക്തമാക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ നവീകരിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. കരങ്ങളൊക്കെ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. അനുഭവിച്ച എല്ലാ സങ്കടങ്ങളെയും വേദനകളെല്ലാം കർത്താവിനെ കാണാൻ സാധിച്ചത്, കർത്താവ് കൂടെ നിന്നതിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ശക്തിയോടെ എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് പാടി മഹത്വപ്പെടുത്തട്ടെ.
എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയുടെ മേഘാരൂഢനായി വരും. 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 അവൻ ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. രാജാധിരാജാവും കർത്താധി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. രാജാധിരാജാവും കർത്താധി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. അവൻ ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. 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 എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയുടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയുടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. യേശു ആൽഫാ ഒമേഗ, അവനാദിൻ അന്ത്യൻ. യേശുവേ, യേശുവേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം കാണാതെ അറിയാൻ തോന്നുന്നു. റോമ 8:28 കാണാതെ അറിയാമോ? തന്നെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റും. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിച്ച്. സഹനങ്ങൾ മാറിയില്ലേലും അത് നമ്മളെ മാറ്റും. പറഞ്ഞേ, ഇന്ന് രാത്രിയൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞെട്ടി എഴുന്നേക്കണം ഇത് കേട്ടിട്ട്. രാത്രി തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. സഹനങ്ങൾ മാറിയില്ലേലും അത് നിന്നെ മാറ്റും. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇത് കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. പറഞ്ഞവരോട്, ഈ സഹനം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. വെരി ഗുഡ്. ഇരിക്കും, ശാന്തമായിട്ടിരിക്കും. അല്ലേ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമാണത്. കർത്താവ് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. എല്ലാം, അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. സകലതും കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. സഹനങ്ങൾ മാറാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട വിശ്വാസം ഇതാണ്: ഇതെന്തായി മാറും? നന്മയായി മാറും. ഇപ്പം തോറ്റു കിടക്കുന്ന ഒരു അവസ്ഥയിലും ഇപ്പം സങ്കടത്തിൻ്റെ ഒരു തീച്ചൂളയിൽ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിറയേണ്ട ഒരു വിശ്വാസമാണ് സകലതും കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും. പക്ഷെ എന്താണ് നന്മ? എന്താണ് നന്മ? ഉത്തരം പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കർത്താവ് തരട്ടെ. എല്ലാം അവിടെ നന്മയ്ക്കാക്കി മാറ്റും. എന്ത് നന്മ? ഒരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ, ഇപ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട്. അതൊരു സങ്കടമാണ്, ശരിയാണോ? 10 ലക്ഷം ഒന്നും ഒരു ഇഷ്യൂ അല്ലല്ലേ? സോറി, ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു കോടി രൂപ കടം, അതൊരു പ്രശ്നമാണോ? ആണ്. നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ അതാണ്. 1000 രൂപ തിരിച്ചു കൊടുക്കാതെ കഷ്ടപ്പെടുകയാണ് ഞാൻ, മുങ്ങി നടക്കുകയാണ്. 1 കോടി രൂപ ഒരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ധ്യാനം കൂടുകയാണ്, കർത്താവേ ഈ കടം ഞാൻ എങ്ങനെ തീർക്കും? പറ്റിച്ചു, ബിസിനസ് പറ്റിച്ചാണ്, ഇല്ലെങ്കിൽ കൃഷിയിൽ ഒരു അബദ്ധം പറ്റിയതാണ്, ഇല്ലേ ആരെയോ വിശ്വസിച്ചാണ്, പറ്റിച്ചു. ഇങ്ങനത്തെ ഒത്തിരി സങ്കടങ്ങളുടെ കഥകളും അനുഭവങ്ങളും നമുക്കുണ്ട്. ഇതെന്നാ നന്മയായിട്ട് മാറാനാണ്? 2 കൊല്ലമായിട്ട് 1 കോടി രൂപ കടമുണ്ട്. കടത്തിന് മേൽ കടം പെരുകി
അത് മാറാൻ വേണ്ടി അടുത്ത ലോൺ എടുത്ത്, ആ ലോൺ തീർക്കാൻ വേണ്ടി വേറെ ലോൺ എടുത്ത്, അത് വേറൊരു കടമായി മാറി. അങ്ങനെ ഒരു കെട്ടിലാണ് നമ്മളിപ്പോൾ. ഇത് എന്ത് നന്മയായിട്ട് മാറാനാണ്? രോഗം വന്ന് നിൽക്കുകയാണ്, അതികഠിനമായ രോഗം, ആശുപത്രികൾ മാറി മാറി കയറി, ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു. വചനം പറയാണ് ഇത് നന്മയ്ക്കായി മാറും. എന്ത് നന്മ? നമ്മൾ ചോദിച്ചു പോകും, നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്തു പോകും. നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു, മരണപ്പെട്ടു. നൗ തിങ്സ് ഗെറ്റ് സീരിയസ് അല്ലേ? ഇപ്പം കാര്യങ്ങൾ സീരിയസ് ആവും. 1 കോടി രൂപ പോലെയൊന്നുമല്ല, ഒരു കടം പോലെയൊന്നുമല്ല. വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടു, എന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമായിരിക്കുമോ ഇത് നന്മയ്ക്കായി മാറും? എന്ത് നന്മ? നമ്മൾ ചോദിക്കും, നമ്മളോട് ഇത് പറഞ്ഞു തരുന്നവരെ വരെ നമ്മൾ ചോദിച്ചു പോകും. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി, നിങ്ങളിൽ നിന്ന് മാറിപ്പോയി, മരണത്തെക്കാൾ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ പറ്റിച്ച് വിട്ടേച്ചു പോയി. ഇത് നന്മയ്ക്കായി മാറുമെന്നാണോ? എന്ത് നന്മ? നമ്മൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിനാണ് ആ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും പിടികിട്ടുന്നത്. കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ എന്താണ്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ നോർമൽ ലാംഗ്വേജിൽ നമ്മൾ കേട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച സമൃദ്ധിയുടെ സുവിശേഷങ്ങളിൽ കർത്താവ് ഈ 10 കോടിയുടെ കടം 10 കോടി ആക്കി തരും, നിനക്ക് 10 കോടി പേർക്കും കടം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും എന്നൊക്കെയുള്ള സമൃദ്ധിയുടെ പ്രലോഭിപ്പിക്കുന്ന സുവിശേഷങ്ങളിൽ മുങ്ങി വീണ ഒരു ജനതയാണ് നമ്മൾ. നന്മ സംഭവിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മയല്ല, കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു നന്മയിലേക്ക് കർത്താവ് ഇത് നയിക്കും. അതായത് ഈ കടത്തെ, ഈ രോഗത്തെ, ഈ വേദനയെ, ഈ തിരസ്കാരങ്ങളെ, വീട്ടിലുണ്ടായി മരണത്തെക്കാൾ വേദനിപ്പിക്കുന്ന ചില വേർപാടുകളെ നിങ്ങളത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്താൽ, കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെങ്കിൽ ഈ കണ്ണുനീര് തോരാത്ത ഈ രാത്രിയിൽ, എൻ്റെ ചങ്ക് പിടയ്ക്കുന്ന ഈ വിഷമത്തിൽ, എൻ്റെ ശ്വാസം നിലച്ചു പോകുന്ന ഈ വീർപ്പ് മുട്ടിക്കുന്ന അനുഭവം, ഇതും നന്മയ്ക്കായി മാറും. ഞാൻ ഉദ്ദേശിക്കുന്ന നന്മയല്ല, എൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മയിലേക്ക് ഇത് എത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ നന്മ ഇതാണ്. ഈ രോഗം മാറി ആരോഗ്യം പുനഃസ്ഥാപിക്കണം. കർത്താവിൻ്റെ നന്മ നമ്മളെ ചിന്തിക്കുന്നതിനെക്കാട്ടപ്പുറമായിരിക്കും. അതുകൊണ്ട് ഈ വചനം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭിപ്പിക്കരുത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഒരു സംശയമില്ല, സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ആരുടെ നന്മ? കർത്താവ് ഉദ്ദേശിക്കുന്ന നിന്റെ നന്മ. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നന്മയല്ല. ആ നന്മ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ആയിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ പല സഹനങ്ങൾ, ഉത്തരം കിട്ടാത്ത അനുഭവങ്ങൾ, ഒട്ടും ഒരു വെളിച്ചം പോലും കാണാത്ത സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കർത്താവ് നന്മയ്ക്കാക്കി മാറ്റി. 1-2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് എടുത്താൽ, ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് പഴയ നിയമത്തിലെ ജോസഫ്. കർത്താവിൻ്റെ കൂടെ നിന്നവനാണ്, സ്വപ്നം കണ്ടവനാണ്, ആരും ഉപദ്രവിക്കാതെ മിടുക്കനായിട്ട് നിന്നവനാണ്. അവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ നടന്നവനാണ്. അത്രയും കർത്താവിനോട് ചേർന്ന് നിന്ന ജോസഫിനെ കാരാഗൃഹത്തിൽ പെടുത്താതെ കർത്താവിന് വേണേ രക്ഷിക്കായിരുന്നു. ശരിയാണോ? പറ. രക്ഷിക്കായിരുന്നു. കാരണം അവൻ കർത്താവിനോട് അത്രയും ചേർന്ന് നിന്നല്ലേ. ഇനി അവൻ അനുഭവിച്ച വേദന ചെറുതാണോ? കാരാഗൃഹത്തിൽ വീഴുക എന്നുള്ളതാണോ? സഹോദരങ്ങൾ ചവിട്ടി കുഴിയിലിടുകയാണോ? ഏതാ ഏറ്റവും വലിയ വേദന? പറ. നിങ്ങളിൽ ആരും ജയിലിൽ പോയിട്ടില്ല, പക്ഷെ മറ്റേ സംഭവം മിക്കവാറും കിട്ടിയിട്ടുള്ളവരായിരിക്കും, കുഴി വീണിട്ടുള്ളവരാണ്. പറ, ഏതാ വേദന കൂടുതൽ? സഹോദരങ്ങൾ നിങ്ങളെ പിടിച്ച് കുഴിയിലിടുക എന്നുള്ളതാണ്. സഹോദരങ്ങൾ വെച്ചാൽ സ്വന്തം രക്തം എന്ന് വേണ്ട, നിങ്ങൾ അത്രയും ചേർന്ന് നിന്നവർ. കാരാഗൃഹത്തിൽ വീഴുന്നതിനെക്കാട്ട് വലിയ വേദനയാണ് കുഴിയിൽ പിടിച്ചിടുക എന്നുള്ളത്. ജോസഫിൻ്റെ ലൈഫ് ഓർത്താൽ മതി. അത്രയും വലിയ സഹനത്തിൽ നിന്ന് കയറിപ്പോന്നവനാണ്. ഇനി വേണേ കർത്താവിന് ഈ കാരാഗ്രഹം ഒഴിവാക്കി കൊടുക്കത്തില്ലേ? എടാ മോനെ, നിന്നെ അങ്ങ് എത്തിക്കാൻ വേണ്ടി ഈ സഹനം മതിയിടാം അല്ലേ? നമ്മളും ചോദിക്കുക, കർത്താവെ ചെറുപ്പം മുതലേ സഹിക്കാം, എന്തിനാണ് ഇപ്പോഴും? ഇനി എന്ത് നന്മയാണ് കർത്താവ് നീ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ജോസഫ് ചോദിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും വേദന അനുഭവിച്ചതിന് കാരാഗ്രഹം ഒഴിവാക്കായിരുന്നു. ഒഴിവായോ? ഇല്ല. പക്ഷെ ആ കാരാഗ്രഹത്തിൽ കടന്നതുകൊണ്ട് മാത്രമാണ് അവനൊരു സ്വപ്നം വ്യാഖ്യാനിക്കാനും ആ സ്വപ്ന വ്യാഖ്യാനം വഴി സിംഹാസനത്തിലെത്താനും പറ്റിയത്. കുഴി കിടന്നാൽ സിംഹാസനത്തിൽ എത്തില്ല. സിംഹാസനത്തിൽ എത്തണമെങ്കിൽ എവിടെ കിടക്കണം? കാരാഗ്രഹത്തിൽ കിടക്കണം. അതുകൊണ്ട് കർത്താവെ, എന്തുകൊണ്ട് ഒരു വേദന കഴിഞ്ഞിട്ട് അതിനെക്കാട്ടും വലിയ വേദന എനിക്ക് തന്നു? കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റും. ആരുദ്ദേശിക്കുന്ന നന്മ? കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ. മനുഷ്യർ ഉദ്ദേശിക്കുന്ന നന്മ ഇത്രേ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങൾ പിടിച്ച് കുഴിയിലിട്ടിട്ടും ആ കുഴിയിൽ നിന്ന് കയറിയതാണ് നന്മ. കാരാഗ്രഹത്തിൽ വീണിട്ടും ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് നന്മ. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ കുഴിയിൽ നിന്ന് കയറി കാരാഗ്രഹത്തിൽ നിന്ന് കയറി എവിടെ? കൊട്ടാരത്തിൽ. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ. അതുകൊണ്ടാണ് ഉൽപ്പത്തി 50:20 ജോസഫ് ഇങ്ങനെ പറയും, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. അർത്ഥം പിടികിട്ടുന്നുണ്ടോ? എൻ്റെ നന്മയാക്കി എന്നല്ല, കർത്താവ് ഉദ്ദേശിച്ച ആ നന്മയിലേക്ക് എത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നന്മയിലേക്ക് എത്തിയിട്ടേ പല സഹനങ്ങളും തീരത്തുള്ളൂ.
ആ നന്മയിലേക്ക് എത്തിച്ചിട്ടേ ചില സഹനങ്ങൾ തീരത്തുള്ളൂ. നമ്മളല്ലാണ്ട് ഇങ്ങനെ പാടുപെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ഇതെന്നെ മാറാത്ത ഇത് മാറാത്തതല്ലെന്ന്. കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മയിൽ എത്തിച്ചിട്ടേ കർത്താവ് വിടത്തുള്ളൂ. കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, അതാരാണ്? നമ്മൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ്, ഈ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമുക്കൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. സങ്കടം വരും, അത് ഞാനും നിങ്ങളുമൊക്കെ സങ്കടപ്പെടും. പക്ഷെ നമുക്ക് എന്തില്ല? പരാതികൾ ഉണ്ടാവില്ല. കാരണം ഇത് കർത്താവ് എന്താക്കി മാറ്റും എന്ന് പറഞ്ഞ്? നന്മയാക്കി മാറ്റും. ജോസഫിൻ്റെ ഉദാഹരണം പോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പഴയ നിയമത്തിലെ ദാനിയേൽ. കർത്താവിനെ പോലെ കർത്താവിൻ്റെ സ്വരമൊക്കെ കേട്ട്, കർത്താവിൻ്റെ വചനങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച്, മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ച് നല്ല മിടുക്കനായൊരു പ്രവാചകനാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ അഭിവൃദ്ധിയിലെത്തി. ശത്രുരാജ്യത്ത് പോലും ഭരണാധികാരിയാവാൻ വേണ്ടിയിട്ട് ജോസഫിനെ പോലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് കർത്താവ് തിരഞ്ഞെടുത്ത് വെച്ച ദാനിയേലാണ്. പക്ഷെ ഒരു കുഴി പെട്ടു. എന്ത് കുഴിയിൽ? സിംഹക്കുഴിയിൽ. കർത്താവിനെ ഒഴിവാക്കാൻ പാടില്ലേ? ചെറുക്കന് ഒന്നാമതേ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, മറ്റൊരു രാജ്യത്താണ്, ശത്രുരാജ്യത്താണ്, തിരിച്ചു പോകേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവനെ സിംഹക്കുഴി കൊണ്ട് ഇടേണ്ട കാര്യമില്ല. പക്ഷെ ആ സിംഹക്കുഴിയിൽ കിടന്നാലേ അവന് ദൂരദേശത്തുള്ള പ്രവാചകനെ മുടിക്ക് പിടിച്ച് ഇവിടെ ഭക്ഷണം കൊണ്ടെത്തിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ സിംഹക്കുഴിയും നന്മയ്ക്കായി മാറും. സിംഹത്തിൻ്റെ വായടയുക എന്നുള്ള നന്മയല്ല, കർത്താവ് ഈ സിംഹക്കുഴിയിലും നിന്നെ കരുതുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരസാധ്യമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നീ സിംഹക്കുഴിയിൽ പെട്ടേ മതിയാവും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ ദൈവത്തിൽ എനിക്ക് വളരെയധികം എനിക്കൊന്നു ഞങ്ങൾ സുവിശേഷ പ്രഘോഷകർക്കൊക്കെ വളരെയധികം വളരെ ഇഷ്ടമുള്ളൊരു പ്രവാചകനാണ് ജെറമ്യാ പ്രവാചകൻ. ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ സങ്കടവും പരാതിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവാചകനാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം, അതിൻ്റെ 11-ാമത് അധ്യായം. ജെറമ്യാ 11. ജെറമ്യായെ ഇങ്ങനെ കർത്താവ്, നല്ല രസമല്ലേ ആ വചനമൊക്കെ കേൾക്കാൻ. ഞങ്ങൾ മിക്ക അച്ഛന്മാരുടെയും പട്ടത്തിൻ്റെ കാടയിൽ അതുണ്ടാവും, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അതിങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് നല്ല രസമായിട്ട് മാറുന്നത്. നല്ല രസമാണ്. പിന്നെ വചനമൊക്കെ ഞങ്ങൾ വേറെ എടുക്കുന്ന വചനങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാവരും കാര്യമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. 2 സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയ 11-ാമത്തെ അധ്യായത്തിൽ 19-ാം വാക്യം. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെ ആയിരുന്നു ഞാൻ. ആര്? ജെറമ്യാ. ഞാനല്ല കേട്ടോ, ഞാൻ കുഞ്ഞാടിനെ പോലെ ഒന്നല്ല. എനിക്ക് സങ്കടമൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ മുട്ടനാടായിരുന്നെങ്കിൽ എന്നെ വിഷമിപ്പിച്ചവരെ കുത്തിക്കുഴിയിലിടാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച മണ്ടനച്ചനാണ് ഞാൻ. അടുത്ത വചനം ഇങ്ങനെയാണ്, 19-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം. അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുതെന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ജെറമ്യാ ഇങ്ങനെ സങ്കടം പറയാണ്. 20-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ, അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. ഇങ്ങനെ വിഷമിച്ച് ജെറമ്യാ കുറേ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഇനി 16-ാമത്തെ അധ്യായം, അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ജെറമ്യാ ഏകാഗി. ആരുമില്ല, സങ്കടം പറയാനും ആരുമില്ല, സന്തോഷം പറയാനും ആരുമില്ല, ഒത്തിരി സഹനങ്ങൾ. പറയുന്ന മുമ്പേ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യണേ. ഉത്തരത്തിലായിരുന്നപ്പോഴേ കർത്താവ് തിരഞ്ഞെടുത്ത് നന്മയുടെ വഴി, അനുഗ്രഹത്തിൻ്റെ വഴി ഒക്കെ വഴി കൊടുത്തവനാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ജെറമ്യാക്കെതിരെ ഗൂഢാലോചന, ജെറമ്യാ ഒറ്റയ്ക്കായി പോകുന്നു. ഇനി വലിയൊരു സങ്കടമാണ്. 20-ാമത്തെ അധ്യായത്തിൽ ജെറമ്യാ കർത്താവിനോട് നല്ല മുട്ടം വഴക്കുണ്ടാക്കുകയാണ്. ജെറമ്യായുടെ പരാതി, ആ പരാതി എങ്ങനെയാണെന്നറിയോ? 20-ാമത്തെ അധ്യായത്തിൽ 7-ാം വാക്യമാണ്, കർത്താവെ അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. കർത്താവെ നീ എന്നെ പറ്റിച്ചു. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ? ഗൂഢാലോചനയൊന്നും വന്നിട്ടില്ലേലും, കുഞ്ഞാടിനെ പോലെ നിങ്ങളായിട്ടില്ലേലും, ഞാനും നിങ്ങളൊക്കെ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. കർത്താവെ നീയേ ഉണ്ടായിരുന്നുള്ളൂ, നീയും കൂടെ എന്നെ പറ്റിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ണ് നിറഞ്ഞു വരുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നീയും ചങ്ക് പൊട്ടി ചിലപ്പോൾ പള്ളിയിൽ പോയിട്ട് പറഞ്ഞാണ്, നീയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കർത്താവേ. ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടത്തില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരൻ, ഞാൻ കുറച്ച് നാൾ മുമ്പ് നാട്ടിൽ പോയ സമയത്ത് വളരെ അടുത്ത സുഹൃത്താണ്, ചെറുപ്പം മുതലേ നല്ല പരിചയമുള്ള സുഹൃത്താണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, അച്ചോ ജീവിതം എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു നന്നായിട്ട് പോകുന്നു. പ്രാർത്ഥനയൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു നന്നായിട്ട് പോകുന്നു. അച്ഛൻ ഏറ്റവും സന്തോഷമുള്ളപ്പോഴാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കുർബാനയൊക്കെ ചെല്ലുമ്പോൾ, അവനിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ, എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കാം. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അവന് ഉത്തരം അറിയാം, എന്നാലും ഇങ്ങനെ ചുമ്മാ എന്തോ നമുക്കിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. കൂട്ടുകാർക്കല്ലേ ചൊറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഈശോയോട്. അതെന്താ ഈശോയോട് പറയണേ? ഞാൻ പറഞ്ഞു വേറെ ആരോട് പറയാൻ? നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ കേട്ടോ എന്ന് പറഞ്ഞോട്. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു എന്താടാ, എനിക്കറിയാം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഒരു വിശ്വാസ കാര്യങ്ങളിലൊക്കെ എന്നോട് അവനിങ്ങനെ വളരെ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കിട്ടൊരു നല്ല ചോദിച്ചിൽ ചൊറിഞ്ഞു. ഞങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട്. മഴയ്ക്കൊരാൾ, വെയിലിനൊരാൾ, ഇടിക്കൊരാൾ, മിന്നലിനൊരാൾ, വെള്ളപ്പൊക്കത്തിനൊരാൾ, വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ്. നിങ്ങൾക്കാകെ ഒരാളെ ഉള്ളല്ലേ. നമ്മുടെ വിശ്വാസമൊക്കെ ഇങ്ങനെ തിളച്ച് കയറുന്ന സമയമാണ്. നമുക്കൊരാളുണ്ടറാ, ഒരൊന്നൊന്നരയാൾ. അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾക്കിതൊക്കെ പറയാൻ 10-33 കോടിയുണ്ട്, നിങ്ങൾക്കൊന്നേ ഉള്ളൂ, ആ ഒന്ന് നിങ്ങളോട് മിണ്ടുന്നുമില്ലല്ലേ എന്ന്. ഞാൻ ഉത്തരം പറയാൻ കുറച്ച് താമസിച്ചു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്കപ്പോഴും ഇത് അനുഭവിച്ചിട്ടുണ്ട്, ശരിയാണോ? സമ്മതിക്കണേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഈശോയാണെ മൈൻഡും ചെയ്യുന്നില്ല. ചെറുക്കൻ കളിയാക്കിയത് എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലാണ് സ്പർശിച്ചത്. കർത്താവേ, നീ ഇത് കേട്ടല്ലോ. നമ്മൾ വലിയ പരാതികളൊന്നും പറയുന്നില്ലെങ്കിലും മിക്ക സമയത്തും ഇങ്ങനെ ഈശോയുടെ ഈ സൈലൻസ് നമ്മളിങ്ങനെ വിഷമിപ്പിക്കും. എന്തേലും പറ, ഉത്തരം തരുന്നില്ല, അതെങ്കിലും പറ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ചിലപ്പോൾ കർത്താവിനോട് ബിസിനസ് ഡീൽ വെക്കുന്നവരാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യ അങ്ങനെ ഒരു പരാതി പറയാണ്. നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവേ, നീയും കൂടെ എന്നെ പറ്റിച്ചു, ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പനും അമ്മയും പറ്റിച്ചപ്പോഴല്ല, ജീവിത പങ്കാളി പറ്റിച്ചപ്പോഴല്ല, മക്കൾ പറ്റിച്ചപ്പോഴല്ല, വിശ്വസിച്ചവർ പറ്റിച്ചപ്പോഴല്ല, നീ എന്നെ പറ്റിച്ചു, ഞാൻ പറ്റിക്കപ്പെട്ടു. ബാക്കിയുള്ളവർ വഞ്ചിച്ചപ്പോൾ പോട്ടെ, അവർ വിഷമിപ്പിച്ചു പോട്ടെ, പക്ഷെ നീ എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ്റെ പരാതി, ജെറമ്യയുടെ പരാതി കേട്ടെ. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു, ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്: എല്ലാവരും എന്നെ അപഹസിക്കുന്നു, വായി തുറക്കുമ്പോഴൊക്കെ കർത്താവ് അക്രമം, നാശം എന്നൊക്കെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. കർത്താവെ, ഒരിക്കൽ മുറുകെ പിടിച്ച നിന്റെ വചനം തന്നെ എനിക്ക് നാണക്കേടിന് കാരണമായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സങ്കടപ്പെട്ട ഒരുപാട് ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നാറില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ വചനത്തിന്റെ പേരിൽ തന്നെ നാണം കെട്ട് വിഷമിച്ചവരുണ്ട്, ശുശ്രൂഷന് ഇറങ്ങിപ്പോയവരുണ്ട്. എന്നാലും കർത്താവ് ഒരു പിടിയും കൂടെ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച് പിന്നെയും തീ പോലെ നടക്കുന്നവരുണ്ട്. അവരൊക്കെയാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നത്. ഇട്ടേച്ചു പോയവരല്ല, പിന്നെയും മുറുകെ പിടിച്ചവർ. ജെറമ്യ പോലെ പരാതി പറഞ്ഞിട്ടും കർത്താവിനെ പിന്നെയും മുറുകെ പിടിച്ചവര്. ജെറമ്യ എന്നിട്ട് ഒരു വമ്പൻ തീരുമാനം എടുക്കുന്നുണ്ട്. നിന്റെ വചനം എനിക്ക് നാണക്കേട് കാരണമായി, ഇനി നിന്നെക്കുറിച്ച് ഞാൻ പറയുകയല്ലെന്നല്ല, ഇനി നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്ത് പോലില്ലെന്ന് ജെറമ്യ സങ്കടം പറയുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ച് നടന്നവര് ജീവിതത്തിൽ വലിയൊരു സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം, വീട്ടിൽ ആ ചേട്ടായിക്ക് ക്യാൻസർ പിടിച്ചു. ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു ക്യാൻസർ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട്, സൗഖ്യപ്പെടുന്നില്ല. അവസാനം നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു ധ്യാന കേന്ദ്രത്തിലൊരു അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുത്തെ ഒരു പ്രത്യേക പ്രാർത്ഥന രീതി ഫോളോ ചെയ്തു. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമെന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു 2-3 മാസത്തെ പ്രാർത്ഥനകൾ കൊടുക്കും. ചെക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും ക്യാൻസർ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു, സാക്ഷ്യപ്പെടുത്തി. വലിയൊരു അത്ഭുതം. ചേച്ചി എന്നാ ചെയ്തു? ആ ധ്യാന കേന്ദ്രത്തിലെ കുറേ ഫോട്ടോ, പീശോടെ ആയിരിക്കാം, മാതാവിൻ്റെ ഒക്കെ ആയിരിക്കാം രൂപങ്ങൾ, അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ ഭക്തവസ്തുക്കൾ എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. ഭിത്തി മുഴുവനും കൂടെ അങ്ങ് ഒട്ടിച്ചു വെച്ചു. കാരണം അത്രയും സ്നേഹം ഈശോയോടും മാതാവിനോടും. കാരണം ഇവരിത് മാതാവിന് വഴി ഈശോയോട് ഇത് പറഞ്ഞു, ഈശോ ഇത് തന്നു, ഇത് സാക്ഷ്യപ്പെടുത്തണം. അതുകൊണ്ട് വീടിൻ്റെ മുറി മുഴുവൻ ഈ ചേട്ടായി കിടന്ന ഇവരുടെ കിടപ്പ് മുറി മുഴുവൻ കൂടെ ഒട്ടിച്ചു വെച്ചു. കാരണം ഈശോ തന്ന സൗഖ്യമാണ്, ഈശോയെ സാക്ഷ്യപ്പെടുത്തി. നല്ല കാര്യമാണ്. സങ്കടപ്പെടുത്തിയത് പിന്നെയാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടായി മരിച്ചുപോയി. ക്യാൻസറുകാരനല്ല, നോർമലി മരിച്ചുപോയി. നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്. സൗഖ്യപ്പെട്ടു, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ സൗഖ്യപ്പെട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. ചോദ്യങ്ങളൊന്നുമില്ല, സംശയങ്ങളൊന്നുമില്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളല്ല. ചേച്ചി എന്നാ ചെയ്തു? മുറി ഒന്ന് അടിച്ചു വാരി. എങ്ങനെ അടിച്ചു വാരി? ഒട്ടിച്ചു വെച്ച പടം മുഴുവനും കൂടെ വലിച്ചു കയറി മേടിച്ച സ്റ്റാച്യു എടുത്തു. അവിടുന്ന് കൊണ്ടുവന്ന സാധനം എല്ലാം കൂടെ വീട്ടുമുറ്റത്തിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു. സങ്കടത്തിൽ ചെയ്തായിരിക്കാം. ആദ്യം അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിശ്വാസം ഒറിജിനലായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദ്യം ചെയ്തു പോകുന്ന സമയമാണ്. രണ്ടാമതൊരു പ്രതിസന്ധി വന്നപ്പോൾ ആദ്യം അനുഗ്രഹിച്ച കർത്താവിനെ കൂട്ടിയിട്ട് കത്തിച്ചു. കർത്താവിനെ അല്ല, കർത്താവിൻ്റെ പടം. സങ്കടം കൊണ്ട് ചെയ്യുന്നു പോകുന്നതായിരിക്കാം. നമുക്ക് ആരെയും വിധിക്കേണ്ടതില്ല, ആരുടെയും മനസ്സിനെ നമ്മൾ ഒരു തുലാസിലിട്ട് നോക്കേണ്ടതില്ല. നമ്മളും ചിലപ്പോൾ കത്തിച്ച് കളഞ്ഞിട്ടില്ലേലും പൊട്ടിച്ച് കളഞ്ഞിട്ടില്ലേലും മനസ്സിൽ ഇങ്ങനെ കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് കരുതി പള്ളിയിൽ പോകുന്നവരുണ്ട്. ഒരിക്കൽ ശുശ്രൂഷയിൽ നിന്നവരാണ്,
ഒരിക്കൽ കർത്താവിനെ മുറുകെ പിടിച്ചവരാണ്. വലിയൊരു സങ്കടം വന്നു, ഇട്ടെറിഞ്ഞു പോയി, കർത്താവിനെ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥനയുടെ മുഖം മൂടിയിട്ട് നടക്കുന്നവരുണ്ട്. നിങ്ങളെ സങ്കടപ്പെടേണ്ട, അങ്ങനത്തെ ഒരു ക്രൈസിസ് കൂടെ പോകുന്നുണ്ടെങ്കിലും ജെറമ്യാ സങ്കടപ്പെട്ടു. ഞാൻ നിന്നെക്കുറിച്ച് പറയില്ല, ഞാൻ നിന്നെക്കുറിച്ച് മിണ്ടത്തില്ല. ഇത്രയും പ്രാർത്ഥിച്ച, ഇത്രയും വിശ്വസിച്ച, ഇത്രയും നിനക്ക് വേണ്ടി സംസാരിച്ച, ഇത്രയും പള്ളിയിൽ വന്ന, ഇത്രയും ബലിയർപ്പിച്ച, ഇത്രയും വചനത്തിൽ കൂടെ നിന്ന എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സങ്കടം തന്നോ കർത്താവേ, ഇനി നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന നമ്മളെപ്പോലെ ജെറമ്യാ സങ്കടപ്പെടുക. കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റുമോ? ജോസഫിനെ സിംഹാസനത്തിൽ എത്തിച്ചവൻ, ദാനിയേലിനെ സ്നേഹം കൊടുത്തവൻ, ജെറമ്യായി പരാതി പറയുമ്പോൾ ജെറമ്യായുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഹാസനം ഇട്ട് കൊടുക്കുകയാണ്. ആ സിംഹാസനത്തിൽ, വിശ്വാസത്തിൻ്റെ ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ജെറമ്യാ ഇങ്ങനെ പറയുക: ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഞാൻ പറ്റിക്കപ്പെട്ടെങ്കിലും, എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും, കർത്താവ് പോലും എന്നെ കൈവിട്ടെന്ന് ഞാൻ ചിന്തിച്ചാലും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ കാണുന്നില്ല, കർത്താവ് അവിടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമൊക്കെ ഉണ്ട്, പക്ഷേ ഐ ബിലീവ്. പൗലോസ്ലീഹ കൊറിന്തോസാർ കത്തെഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നില്ലേ, 2 കൊറിന്തോസ് 5, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റും. എങ്ങനെ? ഇതുവരെ വചനം പ്രഘോഷിച്ചതുപോലെയല്ല. ഇനി 21-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ ഈ ജെറമ്യായുടെ പുസ്തകം എടുത്ത് വായിക്കണം. തീ ഇങ്ങനെ ആളിക്കത്തും. അതുവരെ തീ ഇങ്ങനെ എരിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജെറമ്യായുടെ പ്രഭാഷണങ്ങൾ മുഴുവൻ തീ കത്തിക്കൊണ്ടാണ് പ്രഭാഷിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സഹനം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റി. ജെറമ്യായുടെ നന്മയ്ക്കായിട്ടല്ല, കർത്താവ് അവനിലൂടെ ഉദ്ദേശിച്ച ഒരു നന്മയ്ക്കായിട്ട്. ജെറമ്യാ, നീ ഇനി ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എരിഞ്ഞു നിന്നാൽ പോരാ, ആളിക്കത്തണമെങ്കിൽ ആദ്യം നീ ഒന്ന് പൊള്ളണം. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങണമെങ്കിൽ ഇതിനകത്ത് നീ കടന്ന് പൊള്ളണം. ചില പൊള്ളലുകളിലൂടെ കർത്താവ് നടത്തി, പൊള്ളൽ മാറിയില്ല, പക്ഷെ പൊള്ളൽ നമ്മളെ മാറ്റി കർത്താവ് ഉദ്ദേശിച്ച നന്മയിലേക്ക് നമ്മളെ നയിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉത്തരം കിട്ടാത്ത 100 കണക്കിന് പ്രാർത്ഥനകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബൈബിളിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവില്ല. കാനാൻ ദേശം കാണാൻ മോശയ്ക്ക് പറ്റിയില്ല, ഓർത്തേക്കണം. തൻ്റെ മകൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച ദാവീദിൻ്റെ മുമ്പിൽ ഒന്നും ഉത്തരം കിട്ടിയില്ല. മുള്ളു മാറി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച പൗലോസ്ലീഹയുടെ മുള്ളു മാറിയില്ല. പൗലോസ്ലീഹയുടെ മുമ്പിൽ കാരാഗ്രഹവും ചങ്ങലയും തെറ്റിദ്ധാരണകളും ബന്ധനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ പൗലോസ്ലീഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് ഇത് നന്മയ്ക്കാക്കി മാറ്റും. എല്ലാം അവൻ നന്മയ്ക്കാക്കി മാറ്റും. അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായം എടുക്കാമോ? ആക്ട്സ് ചാപ്റ്റർ 27. പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ, ശുശ്രൂഷ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡുകളിലൊന്നാണ്. പൗലോസ്ലീഹ റോമിലേക്കുള്ള യാത്ര, ശിക്ഷാ നടപടികൾക്കും വിചാരണയ്ക്കും ഒക്കെ ആയിട്ട് റോമിലേക്കുള്ള കപ്പൽ യാത്രയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് വെച്ചൊരു കൊടുങ്കാറ്റും കപ്പൽ നാശവും ഒക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു സൂചന കിട്ടിയിട്ട് പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം 27-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 27, 23 മുതൽ വചനം ശ്രദ്ധിച്ച് കേട്ടെ. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടേണ്ട, സീസറിൻ്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇപ്പോൾ പൗലോസ്ലീഹ അവർ യാത്ര പോവുകയാണ്, ഒരു ലക്ഷ്യമുണ്ട്. അവിടെ ലക്ഷ്യത്തിലെത്തുക എന്ന് വെച്ചാൽ വിചാരണ നേരിടുക എന്ന് മാത്രമല്ല, പൗലോസ്ലീഹ റോമിൽ സുവിശേഷം പ്രഘോഷിക്കണം. റോമിൽ അന്നത്തെ കാലത്തെ ഈശോയുടെ ആ കാലത്തെ ലോകത്തിൻ്റെ അതിരിൽ പൗലോസ്ലീഹയ്ക്ക് സുവിശേഷം എത്തിക്കണം. പക്ഷെ മുമ്പിലൊരു തടസ്സമാണ്, കപ്പൽ ഛേദം, കൊടുങ്കാറ്റ്. പക്ഷെ കർത്താവിൻ്റെ ദൂതൻ, കർത്താവ് വന്ന് തന്നെ ദൂതനിലൂടെ വന്ന് സംസാരിക്കുകയാണ്, നിന്നെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചിരിക്കും. ഇപ്പൊ കൊടുങ്കാറ്റുണ്ടായി, അതൊരു സങ്കടമാണ്. ഇപ്പൊ കപ്പൽ ഛേദം ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു സങ്കടമാണ്. പക്ഷെ ഇത് നന്മയ്ക്കാക്കി മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചേ, 25-ാമത്തെ വാക്യം. അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തൊരു സുന്ദരമായൊരു വിശ്വാസം നോക്ക്. എന്നോട് പറഞ്ഞതെല്ലാം എൻ്റെ കർത്താവ് പൂർത്തിയാക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്യമുണ്ട്, നമുക്ക് ഈ വർഷം ജോലിക്ക് കയറണം, ഈ വർഷം കല്യാണം നടക്കണം, ഈ വർഷം കുഞ്ഞുണ്ടാവണം, ഈ വർഷം ഈ സ്വപ്നം സാക്ഷാത്കരിക്കണം, ഈ വർഷം ഈ കടം തീർക്കണം, നാളെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് കർത്താവ് ഇത് നടത്തുമെന്ന്. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഇതാ ഒരു കൊടുങ്കാറ്റ്, കപ്പൽ ഛേദം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ വഴി മുടങ്ങുകയാണ്. പക്ഷേ പൗലോസ്ലീഹയെ പോലെ നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് കർത്താവ് തന്ന ആ സ്വപ്നത്തിൽ, എൻ്റെ മുമ്പിൽ കർത്താവ് ഒരുക്കിയ പദ്ധതി കർത്താവ് എന്നെ
എത്തിച്ചിരിക്കും. ഇത് നന്മയ്ക്കാക്കി മാറ്റും. തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്. പൗലോസ്ലീഹ പറയും, നമ്മൾ ഒരു ദ്വീപിൽ എത്തിച്ചേരും. വി വിൽ റീച്ച് ആൻ ഐലൻഡ്. ആ ഐലൻഡാണ് മാൾട്ട. മാൾട്ടയിൽ പൗലോസ്ലീഹ സുവിശേഷം പ്രഘോഷിക്കാൻ കാരണമായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിട്ടിയ പ്രോത്സാഹനമല്ല, കൺവെൻഷൻ്റെ നോട്ടീസല്ല, അവിടുന്ന് ആരും ഇൻവൈറ്റ് ചെയ്തതല്ല, ഉണ്ടായ കൊടുങ്കാറ്റും കപ്പൽ ഛേദവും കാരണമാണ് എവിടെ സുവിശേഷം എത്തിയത്? മാൾട്ടയിൽ പൗലോസ്ലീഹ സുവിശേഷം എത്തിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില സമയത്ത് നന്മയാക്കി മാറ്റുമെന്ന് പറയുന്നത് നമുക്ക് കാണാവുന്ന കണ്ണുകളോടെ അല്ല കർത്താവ് കാണുന്നത്. നമ്മൾ വിചാരിക്കും ഈ കപ്പൽ ഛേദത്തിൽ, ഈ കപ്പൽ തകർന്നതിൽ എന്ത് നന്മ. കർത്താവ് ഉദ്ദേശിച്ചൊരു നന്മയുണ്ട്. പൗലോസ്ലീഹ മാൾട്ടയിൽ സുവിശേഷം എത്തിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇതിനോടൊന്ന് ചേർത്ത് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നേ. എവിടെയെങ്കിലുമൊക്കെ ഒരു തടസ്സത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നെങ്കിൽ, ജോലിയില്ലാത്തൊരവസ്ഥ, പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാത്ത അവസ്ഥ, നിങ്ങൾ കടന്നു പോകുന്ന എന്ത് സാഹചര്യം ആവട്ടെ, നിങ്ങളുടെ ഉറക്കം കെടുത്തി കളഞ്ഞ സാഹചര്യം ആവട്ടെ, ഇതെന്ത് നന്മ ഉണ്ടാകും നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തേക്കണം, വിശ്വസിക്കണം, ഇത് നന്മയ്ക്കാക്കി മാറ്റും. കർത്താവ് എല്ലാം സകലതും നന്മയ്ക്കാക്കി മാറ്റും. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരങ്ങളെ പൗലോസ്ലീഹ പറഞ്ഞ നന്മ ഒന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ചിന്തകളൊന്ന് അവസാനിപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത് അധ്യായം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണ്. 8-ന്റെ 28, 29 വാക്യങ്ങൾ ഒന്ന് ഒരുമിച്ച് വായിക്കണം. റോമ 8, 28, 29. ബൈബിൾ ഉള്ളവർ എല്ലാവരും ചേർന്ന് നല്ല ഉറക്കെ വായിക്കണം കേട്ടോ. എന്ത് നന്മയാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയൊരു നന്മ? കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കത് വായിച്ചാൽ തന്നെ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. റോമ 8, 28, 29 ഒരുമിച്ച് വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. ഇനി വായിക്കുന്ന ഭാഗം ഒന്ന് ഏറ്റു പറയണം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. വചനം പിടികിട്ടിയോ? ആദ്യത്തെ വചനം നമുക്കറിയാം, എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. നമ്മൾ ഈ പറഞ്ഞതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ആരുടെ നന്മയ്ക്ക്? ആരുദ്ദേശിക്കുന്ന നന്മ? കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ. എന്താണ് ആ നന്മ എന്ന് പൗലോസ്ലീഹ പറയാം. 29-ാമത്തെ വാക്യം, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, മുൻകൂട്ടി നിശ്ചയിച്ചവരെ, കർത്താവിനൊരു പദ്ധതി ഉണ്ട് അവരെക്കുറിച്ച്. ഒരു നന്മ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്താണ് ആ നന്മ? തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കി മാറ്റുക എന്ന് വെച്ചാൽ നമ്മൾ ആരെപ്പോലെ ആയിത്തീരണം? ഈശോയെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ഏറ്റവും വലിയ നന്മ. ഈ കടം മാറി കിട്ടുക എന്നോ ഈ രോഗം മാറുക എന്നുള്ളതൊന്നും അല്ല. കാരണം എന്താണ്? ഈ കടം മാറിയാലും അടുത്ത കടമില്ല, അടുത്ത രോഗം വരും. ഓൾ ദി ബെസ്റ്റ് അല്ലേ? അത് ഉറപ്പാണ്. നിങ്ങളുടെ ദേഹത്തേക്ക് അവസാനം എന്നെ പോലെ ഒരാൾ വന്നിട്ട് ഒരു ഇച്ചിരി മണ്ണല്ല കുന്തിരിക്ക് ഇടുന്നവരെ ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പോക്ക് എനിക്കോ നിങ്ങൾക്കോ ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് സമയം കളയാതെ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദിസ് ഈസ് റിയൽ സ്പിരിച്വാലിറ്റി. ഇതാണ് യഥാർത്ഥ ആത്മീയത. നിങ്ങൾ ഇങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു നിയോഗം വെച്ച് നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ, കുർബാന അർപ്പിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു നിയോഗം വെച്ച് നിങ്ങളുടെ ധ്യാനം പങ്കെടുക്കുന്നുണ്ടോ അറിയില്ല. എന്ത് നിയോഗം? എനിക്ക് എൻ്റെ ഈശോയെ പോലെ ആയിത്തീരണം. ബാക്കിയെല്ലാം കപടാത്മീയത എന്ന് ഞാൻ വിളിക്കുന്നില്ല, നല്ല ഒന്നാം തരം കള്ള ആത്മീയതയാണ്. അച്ഛന് വലിയ ആവശ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പലതും പറയും. എനിക്ക് എന്തോരം ആവശ്യങ്ങളുണ്ട്. എത്ര സമയം ഈ ലോഹയുടെ ബട്ടൺസ് ഒരെണ്ണം മാറിപ്പോകുമ്പോഴത്തേനും ബാക്കി 20 എണ്ണം കൂടെ മാറിപ്പോകും. എന്തോരം കഷ്ടപ്പാടുകളാണ് എനിക്ക്. കർത്താവേ ഇന്ന് ബട്ടൺസ് ഇരുന്ന് മാറിപ്പോലെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കുണ്ട് കഷ്ടപ്പാടുകൾ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ലൈറ്റായിട്ട് എടുക്കല്ല. നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറയല്ല, നിങ്ങൾ നിയോഗങ്ങളെ സമർപ്പിക്കരുതെന്ന് പറയല്ല. ഇതെല്ലാം നിങ്ങൾ സമർപ്പിച്ചോ, ഈശോയുടെ ഇത് പറയണം. നമുക്ക് വേറെ ആരും പറയാനില്ല, ഈശോയുടെ പറയാനേ ഉള്ളൂ. പക്ഷേ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ ഭക്ത അനുഷ്ഠാനങ്ങൾ, അഭ്യാസങ്ങൾ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഇങ്ങോട്ട് പോരട്ടെ ഈശോയെ, ഇങ്ങോട്ട് പോരട്ടെ ഈശോയെ, നീ വരണ്ട ഈശോയെ എന്നൊരു സ്പിരിച്വാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ ആകർഷിതരാകുകയാണ്. അവിടെ പോയപ്പോൾ ഇത്രയും പേർക്ക് ഇത്രയും കിട്ടി, അവർക്ക് ഈശോയെ കിട്ടിയോ? ഈശോയെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആൾക്കാരുണ്ടോ ഇപ്പം നമ്മുടെ ഇടയിൽ? ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരള സഭ ഒരു കാലത്ത് തീ പിടിച്ചത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ തീ തെളിഞ്ഞ് നിന്നത്. അന്ന് തീ കിട്ടിയവരാണ് ഇന്നും കനൽ എരിഞ്ഞെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടിൽ ഇപ്പോൾ കുറെ പേര് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ സ്പിരിച്വാലിറ്റി മാറി, നമ്മുടെ ആത്മീയത പ്രലോഭിപ്പിക്കുന്ന ഒരു ആത്മീയതയായിട്ട് മാറി. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ, ഇത്ര ദിവസം പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും, അത് കിട്ടും. ഈശോയെ കിട്ടുമോ?
അതിനുവേണ്ടി എന്ത് നിയോഗം നിങ്ങൾ നടത്തുന്നത്, അതിനുവേണ്ടി എന്ത് പ്രാർത്ഥന നടത്തുന്നത്, അതിനുവേണ്ടി എത്ര നിയോഗങ്ങൾ വെച്ച് ബലിയർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇടവകയിലോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ കുർബാന ചെല്ലിക്കാൻ വേണ്ടി 100 രൂപയോ 150 രൂപയോ കൊടുക്കുക. എത്ര പേരുണ്ട് എനിക്ക് ഈശോയെ കിട്ടണം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് കുർബാന അർപ്പിക്കുന്നവർ. ഇന്ന് രാത്രി ആരാധനയ്ക്കിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ രാത്രി ജാഗരണത്തിനിരിക്കുന്ന സമയത്ത് എഴുതി വെച്ച നിയോഗങ്ങൾ ഇപ്പം തുറന്നു നോക്കട്ടെ. എനിക്ക് ഈശോയെ വേണമെന്ന് പറഞ്ഞ് നിയോഗം എഴുതി വെച്ച എത്ര പേരുണ്ട്? ഞാൻ തുറന്നു നോക്കത്തില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് അവിടെ. ഈശോ തരുന്നത് മതി, തരുന്ന ഈശോയെ കപടാത്മീയതയല്ല, കള്ളത്തരമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരപ്പസ്തോലനും ഒരു യഥാർത്ഥ സുവിശേഷകനും ഈ പ്രലോഭനത്തിൻ്റെ സുവിശേഷം അല്ല പ്രഘോഷിച്ചത്. അത് സുവിശേഷം അല്ല. എല്ലാം കർത്താവ് തരുമെന്നുള്ളതല്ല സുവിശേഷം. എല്ലാം അവൻ നന്മയ്ക്കാക്കി മാറ്റും. ആ സഹനങ്ങൾ മാറും എന്നുള്ളതല്ല, സഹനം നിന്നെ മാറ്റും. ഇതാണ് ഈശോയും അപ്പസ്തോലിക സഭയും നമുക്ക് പഠിപ്പിച്ചു തന്നത്. മരുഭൂമിയിലെ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നത്. സഹനം എല്ലാം മാറ്റാനുള്ള ടെക്നിക്കുകൾ, സഹനം മാറ്റാനുള്ള 3 വചനങ്ങൾ, സഹനം മാറാനുള്ള 3 ധ്യാനങ്ങൾ അല്ല പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നത്. നമുക്ക് ഈ സഹനത്തിൽ നീ ഈശോയെ കണ്ടുമുട്ടാനുള്ള ആത്മീയതയാണ് പഠിപ്പിച്ചു തന്നത്. അതാണ് റിയൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. അതാണ് നമുക്ക് അതിൻ്റെ തനിമയാണ്, അതിൻ്റെ പുണ്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ സ്വാർത്ഥതയുടെ ആത്മീയതകളിൽ നമുക്ക് നഷ്ടപ്പെടുത്തിപ്പോയത്, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. വ്യക്തിപരമായിട്ടൊരു അപഗ്രഥത്തിന്, വ്യക്തിപരമായിട്ടൊരു ചോദ്യത്തിന് നിങ്ങളെ വിട്ടുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്താണ് എൻ്റെ ആത്മീയത? എന്താണ് നിങ്ങളുടെ ആത്മീയത? നന്മയ്ക്കായി മാറ്റുമെന്ന് പറയുമ്പോൾ എൻ്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ, അതോ ഈശോ ആഗ്രഹിക്കുന്ന നന്മയോ? ഈശോ ആഗ്രഹിക്കുന്ന നന്മ ഇതാണ്, നീ ആരെ പോലായിത്തീരുക? ഈശോയെ പോലായിത്തീരുക. പൗലോസ്ലീഹ വളരെ ബ്ലണ്ടായിട്ട്, വളരെ ഓപ്പണായിട്ടാണ് അത് പറയുക. സകല നന്മയ്ക്കായി മാറ്റും. എന്ത് നന്മ? തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് നമ്മെ അനുരൂപരാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ കണ്ടിരിക്കുന്നു. നമ്മൾ ആരെ പോലെ ആയിത്തീരണം? ആരെ പോലെ? ഈശോയെ പോലെ. ഈശോയെ പോലെ ആയിത്തീരാൻ ഏറ്റവും നല്ല വഴി സഹനങ്ങളാണ്. കാരണം സഹനങ്ങളുടെ മുമ്പിൽ ഈശോ എന്ത് ചെയ്തു എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇത് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആത്മീയതയല്ല ഈശോടത്. ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥന അവസാനിപ്പിച്ചത് ഇത് മാറിപ്പോട്ടെ എന്നല്ല, പിതാവേ ഇത് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, പാനപാത്രം കുടിക്കണം എന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതാണ് ആത്മീയത. സകല പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്നതല്ല ആത്മീയത. അത് കച്ചവടമാണ്. ആ നാണയത്തുട്ടുകളൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കർത്താവ് ഈശോ മിശിഹാ വീണ്ടും വീണ്ടും വരും. ആ മേശ തട്ടിമറിക്കാൻ കർത്താവ് വീണ്ടും ചാട്ടവാറെടുക്കും. അടികൊള്ളുന്നത് ഒരു പക്ഷെ ആദ്യം ഇടയനായിരിക്കും. എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ഇടയാ എൻ്റെ ചോദ്യം നിന്നോടാണ്, നിന്നോട് പറഞ്ഞ സുവിശേഷമാണോ നീ പറയുന്നത്? കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞാടുകളോടും ചോദിക്കും, നിങ്ങൾ എന്ത് തേടിപ്പോയി? നമ്മളിത് രാത്രി ഉറക്കം പോകാൻ ഇത്രയൊക്കെ മതിയെന്ന് തോന്നല്ലേ? ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വളരേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആവശ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കും, എനിക്കും നിങ്ങൾക്കും. പക്ഷെ നമുക്ക് ഈശോയെ വേണം, ഈശോയെ പോലെ ആയിത്തീരണം. ഏറ്റവും നല്ല വഴി സഹനത്തിൻ്റെ മുമ്പിൽ ഈശോ എങ്ങനെ കണ്ടോ, ഈശോ കണ്ടത് എങ്ങനെയാണ്? പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. കാരണം ഒരു ഉറപ്പാണ്, കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ബെസ്റ്റായിരിക്കും. നമുക്കിപ്പോൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ, എനിക്ക് ഈശോയെ പോലെ ആയിത്തീരണം. എൻ്റെ സഹനത്തിൽ, എൻ്റെ വേദനയിൽ ഈ വേദന എന്നെ മാറണം എന്നല്ല, ഈ വേദന എന്നെ മാറ്റണം. ആരെപ്പോലെ ആക്കി തീർക്കണം? ഈശോയെ പോലെ ആക്കി തീർക്കണം. ഇതാണ് ഏറ്റവും വലിയ നന്മ. സകലതും അവൻ നന്മയ്ക്കായി മാറ്റും. ഈ വേദന എന്നെ ഈശോയെ പോലെ ആക്കി തീർക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, ജീവിതത്തിൻ്റെ ഒടുക്കവും ഇല്ലേ ഈ കാരാഗൃഹത്തിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ആയിട്ട് പലതവണ പൗലോസ്ലീഹ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടമാണ്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. അതിന് കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ നടക്കാം, കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഈശോ, ഈ സമയം ഞങ്ങൾ കേട്ട എല്ലാ വചനവും 30 60 അല്ല, 100 മേനി ഞങ്ങൾക്ക് ബലം ചൂടാനിടയാവട്ടെ. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രാർത്ഥനകളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, ഈശോയെ ചില മുള്ളുകൾ മാറിയിട്ടില്ല, ചില ഉത്തരം കിട്ടിയിട്ടില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച കാനാൻ ദേശം ഞങ്ങൾക്ക് കാണാൻ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇത് മാറണമെന്ന് ആഗ്രഹിച്ചു, ഈ വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു, ഈ കാരാഗ്രഹം വേണ്ട എന്ന് ആഗ്രഹിച്ചു. പക്ഷേ കാരാഗ്രഹത്തിൽ വീണു. ഈ സിംഹക്കുഴി വീണു പോകല്ലേ എന്ന് ആഗ്രഹിച്ചു, പക്ഷെ വീണുപോയി. ഈ കപ്പൽ ഛേദമോ കൊടുങ്കാറ്റോ ഒന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അതെല്ലാം സംഭവിച്ചു. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, എല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും.
ഈ കാരാഗ്രഹവും ഈ സിംഹക്കുഴിയും ഈ ജയിലറകളും ഈ തെറ്റിദ്ധാരണകളും ഈ ഗച്ചമൻ തോട്ടവും ഈ കുരിശും ഒക്കെ എന്നെ ഈശോയെ പോലെ ആക്കി തീർക്കും. എല്ലാ വേദനയും മാറും എന്നല്ല, എല്ലാ വേദനയും എന്നെ മാറ്റും, എന്നെ ഈശോയെ പോലെ ആക്കി തീർക്കും. കർത്താവെ, നന്ദി പറയുന്നു. എല്ലാ വേദനകൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ കണ്ണുനീരുകൾക്കും എന്നെ അങ്ങിലേക്ക് അടുപ്പിച്ച, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ച എൻ്റെ എല്ലാ വേദനകൾക്ക്, സങ്കടങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക്, ഒറ്റുകൊടുത്ത അനുഭവങ്ങൾക്ക്, ഒറ്റപ്പെട്ടു പോയ സമയങ്ങൾക്ക്, ഉറക്കം കിട്ടാതിരുന്ന രാത്രികളിലേക്ക്, പ്രതീക്ഷയില്ലാത്ത പകലുകൾക്ക് എല്ലാം നന്ദി. കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയതിന് നന്ദി. പ്രതീക്ഷ അർപ്പിച്ച കമ്പുകൾ ഒടിഞ്ഞു പോയതിന് നന്ദി. ഒരു കാക്കച്ചിറകൻ്റെ പോലും തണൽ കിട്ടാതെ ഞാൻ മരുഭൂമിയിൽ വെന്തുരുകിയതിന് നന്ദി. ഞാൻ നിന്നിൽ ആശ്രയിക്കാൻ, ഞാൻ നിന്നെപ്പോലായിത്തീരാൻ ഈശോയെ നീ ഒരുക്കിയ പാഠങ്ങളായിരുന്നത്. എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച എല്ലാ സഹനങ്ങൾക്കും, വേദനകൾക്കും, കണ്ണുനീരുകൾക്കും ഈശോയെ നന്ദി. തോറ്റു കൊടുക്കുന്നില്ല ഞാൻ. മുമ്പേ ഓടി ജയിച്ച, സകലത്തിൻ്റെ മേൽ അതിജീവിച്ച, ലോകത്തിൻ്റെ ഞെരുക്കങ്ങളുടെ മേൽ വിജയം നേടിയ ഈശോയെ മാത്രം ഞാൻ നോക്കി നീങ്ങുന്നു. എബ്രായർ 12:2 നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അവൻ തൻ്റെ സഹനമാകുന്ന കുരിശിനെ ഏറ്റെടുത്തു. തൻ്റെ അനുസരണത്തിലൂടെ തൻ്റെ ജീവിതം പൂർത്തിയാക്കി. ഈശോയെ, എൻ്റെ തളർന്ന മുട്ടുകൾ, കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. എൻ്റെ തകർന്നുപോയ മനസ്സ് ബലം പ്രാപിക്കട്ടെ. പ്രതീക്ഷ അറ്റുപോയ എൻ്റെ ജീവിതം വീണ്ടും പുത്തൻ പ്രതീക്ഷകൾ നാമ്പിടട്ടെ. ഒരു പുത്തൻ പുലരി ഉണ്ടാവട്ടെ, പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. ഏത് വേദനയിലും നിൻ്റെ മുഖം കാണാൻ എനിക്കിടയാവട്ടെ. നിൻ്റെ മുഖം കാണാൻ സാധ്യമാകുന്ന എല്ലാ സഹനങ്ങളും എനിക്ക് അനുവദിച്ചു തരണമേ. നിൻ്റെ മുഖം കാണാൻ സാധ്യമാകുന്ന എല്ലാ സഹനങ്ങളും എനിക്ക് സാധിച്ചു തരണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എൻ്റെ